കർത്താവിലെല്ലാവരെയും ഈ ആരാധനയിൽ വന്ദനം ചെയ്യുന്നു. ഈ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിൻ്റെ സഹോദരനും സ്നേഹിതനുമായ അഭിഷക്ത കർത്താവിൻ്റെ ദാസൻ, തൻ്റെ കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് വളരെ ആത്മാർത്ഥതയോടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾ, വിവിധ സ്ഥാനങ്ങളിൽ ആയിരുന്നുകൊണ്ട് ദൈവജനം ഇപ്പോഴും ഇതിനു ശേഷവും ശ്രമിക്കുന്ന എല്ലാവർക്കും, ഈ ഓൺലൈൻ ക്രമീകരണങ്ങൾ ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ചേർന്ന് ആയിരിക്കാൻ കർത്താവിനിക്കും ഈ രാജ്യത്തിൽ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലവും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ സമയങ്ങൾ ഒട്ടും നഷ്ടപ്പെടുത്താതെ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകിയ ഒരു ദൈവവചന ഭാഗം വായിച്ച് അല്പസമയങ്ങൾ ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേർഡ്സ് 1 to 3. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദോട് വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇന്ന് പകൽ നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് അന്ത്യോക്യ സഭ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞേ. അന്ത്യോക്യ സഭയുടെ ആരംഭം, അന്ത്യോക്യ സഭയുടെ പ്രത്യേകത, അന്ത്യോക്യ സഭയെ ആ തലമുറയിൽ എന്തിനു വേണ്ടി കർത്താവ് ഉപയോഗിച്ചു എന്നീ വിഷയങ്ങളെ ഇന്ന് പകൽ ദൈവം പ്രകാശിപ്പിക്കുന്ന വെളിപ്പാടുകൾക്കനുസരിച്ച് ഒരുമിച്ച് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആഴത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ വലത് കരങ്ങളും സ്വർഗത്തേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എല്ലാ വലത് കരങ്ങളും സ്വർഗത്തേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബാരാധികരാമനാദല ഘടക ഭൗഷസിയാര യേശുവിനോടൊന്ന് പകൽക്കാരൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആഴത്തിൽ എന്നോട് നീ സംസാരിക്കണമേ, 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 ആഴത്തിൽ എന്നോട് നീ സംസാരിക്കണമേ. എല്ലാവരും വായികളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഈ ആലയം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഈ ആലയം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഈ ആലയം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ ബലഹീനതകളും മാറട്ടെ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Holy Vanagadagas, Samthanadigas. Oh, Rabanagadasia. Oh, the Bankaradigas, Yanabanigas. ആഴത്തിൽ എന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ,
ശക്തമായി, ആരിലും ശക്തമായി, ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഓ ആഴത്തിൽ എന്നോ ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവേ, പകൽക്കാലം ആഴത്തിൽ ഞങ്ങളോട് ഇടപെടുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം. ആത്മാവിൽ ഞങ്ങളോട് ഇടപെടുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ, 5-ാമത്തെ പുസ്തകം ചരിത്ര പുസ്തകം. 4 സുവിശേഷങ്ങളിൽ യേശു കർത്താവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ അടക്കം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിത്യാദി വിഷയങ്ങളെ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ 5-ാമത്തെ പുസ്തകമായ ചരിത്ര പുസ്തകം യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 30 വർഷത്തെ സഭയുടെ ചരിത്രത്തെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. വൈദ്യനായ ലൂക്കോസിനാൽ എഴുതപ്പെട്ട പുസ്തകം. പൗലോസിൻ്റെ സഹയാത്രികനായിരുന്നു ഈ മനുഷ്യനെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അറിയാം. സഹയാത്രികനായിരുന്ന മനുഷ്യൻ ഒരു ഡോക്ടറായിരുന്ന മനുഷ്യനെ കർത്താവ് റൈറ്ററാക്കി മാറ്റി. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ആത്മീക മനുഷ്യനിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട പുതിയ നിയമത്തിലെ 2 പുസ്തകങ്ങളിലെ 2-ാമത്തെ പുസ്തകത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ആ വെളിപ്പാടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ കോട്ട തികഞ്ഞില്ലെന്ന് തോന്നുന്നു. പലരുടെയും കണ്ണു വല്ലാത്തൊരവസ്ഥയിൽ എന്നെ ഇങ്ങനെ പല രീതിയിലൊക്കെ ഇങ്ങനെ ചരിഞ്ഞും ചിരിഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കണ്ണൊക്കെ എല്ലാവരും തുറന്ന് സന്തോഷത്തോടെ രാമേൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. വചനത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്ന ഈ വെളിപ്പാട് അന്ത്യോക്യയിലെ സഭ എന്ന് പറഞ്ഞാണ് അതുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ അവിടെ ആരംഭിക്കുന്നത്. അന്ത്യോക്യയിലെ സഭ, ആ സഭയുടെ പേര് അവിടെ അറിയപ്പെടുന്നത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള നിലയിലാണ് ആ സഭയുടെ പേരവിടെ അറിയപ്പെടുന്നത്, അന്ത്യോക്യയിലെ സഭ. വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട, പ്രത്യേകിച്ച് പൗലോസിൻ്റെ ശുശ്രൂഷകളിലൂടെയൊക്കെ ആരംഭിക്കപ്പെട്ട സഭകൾ, കൊരിന്തിയിലെ സഭ എന്ന് വെച്ചാൽ കൊരിന്തിലുള്ള സഭ, എഫെസോസിലെ സഭ, തെസ്സലോനിക്കയിലെ സഭ, ഇങ്ങനെയൊക്കെ റോമയിലെ സഭ, സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് വേദപുസ്തകത്തിനകത്ത് സഭകളുടെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു സഭയെ ആ സ്ഥലത്താക്കിയിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്. ഞാനൊരു ഭയങ്കര ആമേനാ പ്രതീക്ഷിച്ചേ. സ്തോത്രം. വേണ്ട, ആമേൻ. ശ്രദ്ധിച്ച്, ആ സഭയെ, ആ പ്രാദേശിക സഭയെ, കൊരിന്തിയ സഭയെ കൊരിന്തിലാക്കി വെച്ചിരിക്കുന്നത് ആമേൻ കൊരിന്ത് പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. എഫെസോസ് സഭയെ എഫെസോസിലാക്കി വെച്ചിരിക്കുന്നത് എഫെസോസ് പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ അന്ത്യോക്യയിലെ സഭ എന്ന് പറയുമ്പോൾ അന്ത്യോക്യയുമായി, ആ ദേശവുമായി ബന്ധപ്പെട്ടൊരു ദൈവപ്രവൃത്തി ഈ സഭയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ സഭയുടെ പേര് എന്താണോ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ സഭയെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് സഭകളെ ആ സ്ഥലവുമായി ബന്ധപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള സഭകൾ രൂപപ്പെടുന്നതെങ്കിൽ അന്ത്യോക്യയിലെ സഭയെന്നോ കൊരിന്ത്യയിലെ സഭയെന്നോ പേര് വരുത്തില്ല. പിന്നെ എങ്ങനെ ആ പേര് വരുന്നേ? പൗലോസിൻ്റെ സഭ, പത്രോസിൻ്റെ സഭ, അപ്പല്ലോസിൻ്റെ സഭ, അന്ത്രയോസിൻ്റെ സഭ, ഇങ്ങനെ പേര് വരുത്തുള്ളൂ. ഇന്നത്തെ ഒരു പ്രശ്നമാണ്, പേര് സ്ഥലവുമായി ബന്ധപ്പെട്ടല്ല, പേര് വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രദർശിക്കപ്പെടാറുള്ളത്. അത് വളരെ അപകടകരമായൊരു മേഖലയാണെന്ന് അവൻ മനസ്സിലാക്കാതെ പോകരുത്. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ ആരംഭിക്കപ്പെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് അന്ത്യോക്യയിലെ അവൻ സഭ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ
പുസ്തകം നമുക്കറിയാം. 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിനകത്ത് യേശു കർത്താവ് ശിഷ്യന്മാരോട് വളരെ ശക്തമായി പറയുകയാണ്. ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് കൂടെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്തു ചെയ്യണം? കാത്തിരിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഈ അന്ത്യോക്യ സഭയിലേക്ക് ഒന്ന് കയറാൻ പോകുകയാണ്. അവൻ ഈ അന്ത്യോക്യ സഭയിലേക്ക് കയറണമെങ്കിൽ ഇതിന്റെ ആരംഭം മനസ്സിലാക്കണം. 4-ാമത്തെ വാക്യത്തിനകത്ത് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഓൺലൈൻ്റെ സ്ക്രീനിൽ നോക്കാതെ ഇങ്ങോട്ട് നോക്ക് എൻ്റെ ബ്രദറെ, രക്തത്താൽ ജയമെടുക്കുക. അവരത് എടുത്തോളൂ. ഇങ്ങോട്ട് നോക്കിയിരി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടിരി. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ദൂത് പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനകത്തുള്ളതൊക്കെ ഇന്ന് പകൽ പ്രാപിച്ചുകൊണ്ടേ മടങ്ങിപ്പോകാവൂ. ആമേൻ. 1-4 വാക്യത്തിൽ എന്നോട് കേട്ട പിതാവിന്റെ ആമേൻ സ്തോത്രം, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണമെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞത്? അവൻ യെരുശലേമിൽ നിന്ന് നിങ്ങൾ വാങ്ങിപ്പോകരുത് എന്ന് യേശു പറയാൻ കാരണം, നിശ്ചയമായും യെരുശലേം ഇവർക്ക് മടുത്തു. യെരുശലേം ഇവർക്ക് മടുത്തു. യെരുശലേം മടുക്കാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, യെരുശലേം ഇവരുടെ ജീവിതത്തിൽ കൊടുത്ത വേദനകൾ അത്ര വലുതാണ്. ഇവരുടെ ഗുരുനാഥൻ, പ്രാണനാഥൻ, വഴികാട്ടിയായി തീർന്ന യേശു കർത്താവ് ഇപ്പോൾ തകർക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട പശ്ചാത്തലം എന്നത് യെരുശലേമാണ്. അതുകൊണ്ടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർക്ക് 4 ഭാഗത്തേക്കും ചിതറി ഓടേണ്ടി വന്നത് ഒരു ഗതികേടിന്റെ അവസ്ഥയിലേക്ക് ഇവരെ എത്തിച്ച്, ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇവരെ ഇപ്പോൾ എത്തിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ രക്തം വീണ സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. ശിഷ്യന്മാരുടെ വിയർപ്പ് വീണ സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. ഒട്ടനവധി ഒറ്റപ്പെടുത്തലിന്റെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശിഷ്യന്മാർ യെരുശലേം എന്ത് ചെയ്തു? മടുത്തു. ശിഷ്യന്മാർ യെരുശലേം മടുത്തു. ഇനി യെരുശലേമിൽ നിൽക്കാൻ ശിഷ്യന്മാർക്ക് എന്തില്ല? ഒന്ന് പറഞ്ഞു വാ എൻ്റെ ബ്രദേഴ്സേ. അല്ലൊരു സിസ്റ്റേഴ്സ് അങ്ങ് പുറയില്ലായിപ്പോയി. പ്രദേശങ്ങളിൽ അവരെങ്ങാനും ഫ്രണ്ടിലായിരുന്നേ അവരേറ്റെടുത്ത് ഇതൊക്കെ പറഞ്ഞു. രാമ്യം പറഞ്ഞാട്ടെ, രക്തത്താൽ വചനത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. ഈ സഹോദരിമാർ പുറയിലായത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ദോഷമാണ്. സഹോദരി ഒന്നുമല്ലേലും അവർ കിടന്ന് അലച്ചോളൂ. ഒരാമയം പറ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇല്ലയോ? ഒന്നുമല്ലേലും അവരുള്ളവർക്ക് നിറവാ. ഒല്ലേലും യോത്രമായാലും സൂതിയായാലും മുമ്പിലൊക്കെ വന്ന് കോട്ടി ഒഴിച്ച് തല കാണിച്ച് കൈ കൊടുത്തിരിക്കുന്നുണ്ട്. കാര്യം കൂടി ചേർത്ത തല്ലൊരു രാമയം പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. അവൻ ശ്രദ്ധിച്ചെന്റെ കൂടെ വാ, വചനത്തിന്റെ കൂടെ വാ. അവൾ ശ്രദ്ധിച്ച യെരുശലേം ഇവർക്ക് മടുത്തു. യെരുശലേം മടുത്തത് കൊണ്ട് യെരുശലേമിൽ നിന്ന് ഇവർ പോകുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് യേശു പറയുകയാണ്, യെരുശലേമിൽ നിന്ന് പോകരുത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, യെരുശലേമിൽ നിന്ന് ഇപ്പോൾ ശിഷ്യന്മാർ പോകുകയാണെങ്കിൽ തല താഴ്ത്തിക്കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. 5 പൈസയുടെ ഗതിയില്ല. 5 പൈസയുടെ ഗതിയില്ല. ആത്മീകമായിട്ടുമില്ല, ഭൗതികമായിട്ടുമില്ല. ഹല്ലേലൂയ. ഉണ്ടോ? എൻ്റെ ചുറ്റും ഇത്ര വലിയ സാക്ഷികളുടെ സമൂഹം നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ചുറ്റും ഇരിക്കുക. എത്ര അനുഗ്രഹമായി ആരാധന. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോൾ യെരുശലേമിൽ നിന്ന് ഇവർ പോകുകയാണെങ്കിൽ തല താഴ്ത്തിയേ പോകാൻ പറ്റത്തുള്ളൂ. ആത്മീകമായിട്ടും ഒന്നുമില്ല, ഭൗതികമായിട്ടും ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ. ഒരു ദൂതെന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് അവന്റെ വിളിയും ശബ്ദവും കൊണ്ട് ഇറങ്ങിത്തിരിച്ചിട്ട് അവൻ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടു നിൽക്കുമ്പോൾ പരാജയപ്പെട്ട് അവസാനിക്കാൻ അനുവദിക്കുന്നവനല്ല ദൈവം. രാമൻ പറഞ്ഞാട്ടെ. അവൻ കർത്താവ് പറയുക, യെരുശലേമിൽ നിന്ന് പോകരുത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ തല താഴ്ത്തപ്പെട്ടവരായി നിങ്ങളെ വിടാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യെരുശലേമിൽ നിങ്ങൾ പോകുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ പോകത്തില്ല. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാക്കി വിടാൻ ദൈവശക്തനാണ്. അത് വിശ്വാസമുള്ളവർ ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പോൾ യെരുശലേമിൽ നിന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈവനാമത്തെ അത് ബാധിക്കും, യേശുവിനെ അത് ബാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട യേശു പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് എന്ത് ചെയ്യരുത്? വാങ്ങിപ്പോകരുത്. പിന്നെ നിങ്ങൾക്കിവിടെ ജയിക്കാൻ ഞാൻ ഒരു സീക്രട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്കിവിടെ ജയിക്കാൻ ഒരു സീക്രട്ട് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ 10-11 പേരുണ്ടല്ലോ, എല്ലാം കൂടെ ഷെയറിങ് എടുത്തൊരു മീൻകച്ചവടം തുടങ്ങും. രാമൻ പറഞ്ഞാട്ടെ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ?
നിങ്ങൾക്ക് മീൻ കച്ചവടം അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു 50 കിലോ ചാള എടുത്തുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങുക. ഇവിടെ നിങ്ങളൊന്ന് പച്ച പിടിക്കൂ നോക്കട്ടെ, എനിക്കും വല്ലപ്പോഴും സ്വത്രാജ് കിട്ടുമല്ലോ. രാമൻ പറഞ്ഞാട്ട് സ്വത്രം അല്ലല്ലോയ്യ. യേശു പറഞ്ഞത് കേട്ടേ, യേശു പറഞ്ഞത് കേട്ടേ. നിങ്ങൾ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് നിങ്ങൾ ഇവിടെ ജയിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താ വഴി? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എവിടെങ്കിലും പരാജയപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. ആ പരാജയത്തിൽ നിന്ന് ആമെ കുതിച്ചെഴുന്നേൽക്കാൻ ഇന്ന് പകൽക്കാലം ഒരു ദൂത് പരിശുദ്ധാത്മാ തരുന്നു. അത് മറ്റൊന്നുമല്ല പ്രിയരെ, ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരിക്കാൻ ഇന്ന് പകൽക്കാലം അകത്ത് വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയോ കരങ്ങളെ അടിച്ചോ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. അപ്പൊ യേശു പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം. ഇനി അതിന് 8ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ യേശു പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ അടുത്ത പ്രശ്നം. യെരൂശലേമിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരോട് യേശു പറഞ്ഞു പോകരുത്, കാത്തിരുന്ന് ശക്തി പ്രാപിച്ചോണം. പിന്നെ യേശു പറയുക, കാത്തിരുന്ന് ശക്തി പ്രാപിച്ചാൽ യെരൂശലേമിൽ ഒതുങ്ങുകയും ചെയ്യരുത്. ആ പോയി. കാത്തിരുന്ന് ശക്തി പ്രാപിച്ചാൽ പിന്നെ യെരൂശലേമിൽ എന്ത് ചെയ്യാൻ ചെയ്യരുത്? ഒതുങ്ങുകയും ചെയ്യരുത്. യെരൂശലേമിൽ ഒതുങ്ങുകയും ചെയ്യരുത്. ഈ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും രക്തത്താൽ ജയം. ഇപ്പൊ ശക്തിയൊക്കെ കിട്ടി, ശുശ്രൂഷയൊക്കെ ആയി, നന്മയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേന് പിന്നെ ഇനിയിപ്പം മെഹുബുള്ളയൊന്നും വിട്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം കുവൈറ്റൊന്നും എന്ത് ചെയ്യണ്ട വിട്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ആ ഭൂമിയുടെ അറ്റത്തോളം ആരെങ്കിലും ഒക്കെ ചെയ്തോളൂ. നല്ലൊരു രാമൻ പറഞ്ഞോട്ടെ. ഭൂമിയുടെ അറ്റത്തോളം ആരെങ്കിലൊക്കെ ചെയ്യും. സ്വത്രം. ഒരു കാലത്ത് വിട്ടുപോകാൻ ആഗ്രഹിച്ചവരാ ഇപ്പൊ ശക്തിയൊക്കെ ലഭിച്ചു കഴിഞ്ഞ് സഭയൊക്കെ വളർന്ന് ആത്മാക്കളൊക്കെയായി, ശുശ്രൂഷകളൊക്കെയായി, അവൻ വിടുതൽ പ്രവൃത്തികളൊക്കെ നടന്നാണ്. ലൈവിലൊക്കെ ഫോട്ടോ, അവൻ പിക്ചറും ഫോട്ടോയും വീഡിയോ ഒക്കെ വരാൻ തുടങ്ങി, ആളെന്ന് അറിയപ്പെടാൻ തുടങ്ങിയപ്പോ ഇപ്പൊ യെരൂശലേം വിട്ടു പോകണമെന്നൊരാഗ്രഹം ഇല്ലാതായി. എന്റെ കൂടെ നിങ്ങൾ വരുന്നവർക്കായി സ്വത്രം പറയുക, ശ്രദ്ധിച്ചു കേൾക്കണം. യേശു പറയുകയാണ്, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നവരാകരുത്. ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യല്ല? ഒതുങ്ങിക്കൂടുന്നവരാകരുത്. അതിനുവേണ്ടി അല്ല കർത്താവ് നിനക്ക് ശക്തി തന്നത്. 4 ഭിത്തിക്കകത്ത് ഒതുങ്ങാനല്ല യേശു ശക്തി തന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്വതന്ത്രം. കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയോ? പുതിയ നിയമസഭ മൊബൈൽ ചർച്ച ആകണമെന്നാ. സ്വതന്ത്രം എന്ന് വെച്ചാൽ മനസ്സിലായോ? ഈ പഴയ നിയമത്തിലെ സഭ മരുഭൂമിയിലെ സഭ എന്നാ വിളിക്കുന്നത്. മരുഭൂമിയിലെ സഭ. അവരുടെ സീനിയർ പാസ്റ്ററാണ് ആര്? മോശ. വലിയ ലക്ഷക്കണക്കിന് ജനമാണ് സഭയിലെ വിശ്വാസികൾ. ആ സഭയുടെ പ്രത്യേകത എന്നറിയോ? ആ സഭയുടെ പ്രത്യേകത മൊബൈൽ ചർച്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും മൊബൈലുള്ള ചർച്ചയാണെന്നല്ല. പിന്നെ ആ ചർച്ച വരുന്നവർക്കെല്ലാം മൊബൈൽ കിട്ടുമെന്നുമല്ല. പിന്നെന്താ? കേട്ടില്ല. യെസ്, അതാണ് കറക്റ്റ്. ആ ചർച്ച എന്ത് ചെയ്യുന്ന സഭയാ? നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചർച്ച. അങ്ങൊരു ചർച്ച ഇന്നില്ലാത്തതിനായ സ്തോത്രം. അങ്ങനെ ചർച്ചയൊക്കെ കേരളത്തിൽ വന്ന വിശ്വാസികളുടെ കാര്യം കഷ്ടവാ. കാരണം 2 ആഴ്ച ആരാധനയ്ക്ക് വരാത്തവൻ കൊട്ടാരക്കരയിൽ നിന്ന് മൂവ് ചെയ്യുന്ന സഭ 2 ആഴ്ച കൊണ്ട് കോഴിക്കോട് പറ്റൂ. രാമൻ പറഞ്ഞാട്ടെ. ഇന്നാണെങ്കിൽ മൊബൈലോ ഇമെയിലോ ഒക്കെ വിളിച്ച് എവിടെ എത്തി എന്ന് ഞാൻ ചോദിക്കാം. മൊബൈലോ? അതുമല്ല, മൊബൈലുണ്ടോ? ഇവർ ഓടിയവല്ല എത്തൂ. ഓടി ഇവർ ഊപ്പാട് വരത്തേ ഉള്ളൂ. ഇവരെത്തത്തില്ല. അതുകൊണ്ട് ഒരാഴ്ച ആരാധന ഉടക്കി വിവരം അറിയും. ഇവരേതെങ്കിലും അടുത്ത സ്ഥലത്ത് ചെല്ലും. എവിടെ എത്തിയെന്ന് അറിയത്തില്ല. ഇന്നാണെങ്കിൽ പറയാം ഇവിടെ എത്തി, ഓടിവാ ബ്രദറെ എന്ന് പറയാം. സ്വത്രം. അവൻ അന്നത്തെ മോശയുടെ സഭയുടെ പ്രത്യേകതയായിരുന്നു, സഞ്ചരിക്കുന്ന സഭയായിരുന്നു, മൊബൈൽ ചർച്ച ആയിരുന്നു, രക്തത്താൽ ജയമടിക്കുകയാ. പുതിയ നിയമ സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒതുങ്ങിക്കൂടുന്നൊരു ചർച്ച ആയിട്ടല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെയോ പുറത്ത് പ്രവർത്തി
ആരാധിക്കുന്ന ഒരു ചർച്ചായി മാറണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കൈയടിച്ചും ആരാധിച്ചും അന്യഭാഷ പറഞ്ഞ് മീറ്റിംഗും അതിനുശേഷം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു ചർച്ച അല്ല ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്വപ്നത്തിലെ ചർച്ചിന് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത്, കൃപാവരങ്ങൾ നൽകിയത്, വെളിപ്പാടുകൾ നൽകിയത് മൂവ് ചെയ്യാനാണ്. സ്വതന്ത്രം പറ. അപ്പൊ ഒതുങ്ങിക്കൂടരുതെന്നുള്ള ദൈവത്തിന്റെ ആലോചന ഇവരുടെ മേൽ കിടക്കുക. ഒതുങ്ങിക്കൂടരുത്. പക്ഷെ ഇവർ ഒതുങ്ങി. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ ഏകദേശം സഭ തുടങ്ങിയിട്ട് 20ഓളം വർഷങ്ങളായി. 20ഓളം വർഷങ്ങളായിട്ടും സഭ ഇപ്പോൾ യെരുശലേമിൽ ഒതുങ്ങിക്കിടക്കുകയാണ്. വായിക്കാം 8-ാമത്തെ അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാണ്. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ശ്രദ്ധിച്ചു കേൾക്കുക. സഭ ആരംഭിച്ചു ഏകദേശം 20ഓളം വർഷങ്ങളായി. സഭ ഇപ്പോൾ എവിടെ കിടക്കുക? സഭ ഇപ്പോഴും എവിടെ കിടക്കുക? യെരുശലേമിൽ കിടക്കുക. സഭ യെരുശലേമിൽ കിടക്കുക. സഭയ്ക്കൊരു വളർച്ചയില്ല. സ്വർഗം പറഞ്ഞ എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെരുശലേമിൽ നിന്ന് അടുത്ത അതിരുകളിലേക്ക് നീങ്ങണം. പക്ഷെ സഭ ഇപ്പോഴും യെരുശലേമിൽ കിടക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 8-ാമത്തെ അധ്യായത്തിനകത്ത് നിങ്ങൾ വായിച്ചോ, യെരുശലേമിലെ സഭയ്ക്ക് ഒരു ലോട്ടറി അടിച്ചു. എന്തോ അടിച്ചു? ആ ലോട്ടറി എന്തോന്ന് വായിച്ചു? 10 കോടി. സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അതാ ലോട്ടറി. യെരുശലേമിലെ സഭയ്ക്ക് എന്തോ നേരിട്ടു? ഉപദ്രവം നേരിട്ടപ്പം എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പൊ യെരുശലേം വിട്ടോ? യെരുശലേം വിട്ടോന്ന് എനിക്ക് ഈ മറുപടി ഒന്നും പോരാ. യെരുശലേം വിട്ടു. ശ്രദ്ധിച്ചു കേൾക്കണം. എപ്പോഴാ യെരുശലേം വിട്ടേ? അടി തുടങ്ങിയപ്പോൾ. ഒരു ആമേൻ പറ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പുറത്തു വന്നില്ല, ഉപദ്രവിച്ചപ്പോ പുറത്തു വരാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷൻ വന്നപ്പോ പെന്തക്കോസ്താൻ തലയും കുത്തി നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ വരല്ലേ. സത്യം പറഞ്ഞ നമ്മൾ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും സീറ്റ് കിട്ടത്തില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചോണ്ടാ ഇത്രയും സീറ്റ് കിട്ടിയേ. ഇനി 5 വർഷം കഴിയുമ്പോൾ പ്രാർത്ഥിക്കണം, ഇതിന് ഡബിൾ കിട്ടും. ഇനി ഞാൻ പറയാം, നമ്മൾ ഈ വരല്ലേ എന്നും പറഞ്ഞ് തലയും കുത്തിക്കിടന്ന് പ്രാർത്ഥിച്ച് എന്തുകൊണ്ടാണ്? ഞാൻ പറയാം. നമുക്കറിയാം വന്ന അടി ഉറപ്പാ. നമുക്ക് അടി കൊള്ളാലെന്നും മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമുക്ക് അടി കൊള്ളാനൊന്നും വയ്യ. മനസ്സിലാകുന്നുണ്ടോ? അടി ഉറപ്പാണെന്നറിയാം, ഉപദ്രവം വരുമെന്നറിയാം. നമുക്കെന്നും സ്തോത്രഗീതം പാടിക്കൊണ്ട് ഇതിനകത്തിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോണം. തമ്പുരാനാരാമോ ദൈവത്തിന് മനസ്സിലായി. കള്ളപ്പന്തക്കോസുകാരെ അടി കൊള്ളാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മറ്റവൻ പറഞ്ഞേ വല്ല ആത്മഭാരം കൊണ്ടൊന്നും അല്ല. ഒരു ആമേൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുകയാ. അവിടെ തമ്പുരാൻ പറഞ്ഞു, വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ അവൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കാതെ അവൻ ഇന്ത ജനത്തെ ഞാൻ കേട്ടാൻ പോവാന്ന് പറഞ്ഞു. രക്തത്താൽ ജയമെടുക്കുക. അങ്ങോട്ടൊരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. നിങ്ങൾ പറയാ കുവൈറ്റിൽ ഇവിടെ വന്നടിക്കും. നല്ല രാമൻ പറഞ്ഞാട്ടെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകലൊരു ദൂത ഞാൻ പറയാം പ്രിയരെ. അവൻ സഭയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവൻ ദൈവം എങ്ങനെയും നിവർത്തിക്കാൻ ശക്തനാ. ഉപവാസ പ്രാർത്ഥനയിൽ പുറത്തു വന്നില്ല, വചനം കേട്ടിട്ട് പുറത്തു വന്നില്ല, ദൂത് കേട്ടിട്ട് പുറത്തു വന്നില്ല, അടി കൊണ്ടപ്പോ പുറത്തു വന്നു. സത്യം പറയട്ടെ, നേരെ ചൊവ്വേ വിശ്വാസത്തിലേക്ക് വന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അടി കൊണ്ട് ഊപ്പാട് വന്ന് വിജയം പോയി. അവ ജയിലിലേക്ക് ഇപ്പൊ കയറുമെന്നുള്ള സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനാ പല്ലും എന്നാ പിന്നെ രക്ഷിക്കപ്പെട്ടേക്കാമെന്ന്, ഇന്ത്യ വെള്ളം എന്നാ പിന്നെ ഇറങ്ങിയേക്കാമെന്ന്. രക്തത്താൽ ജയമെടുക്കുക. മാനിയോ മര്യാദയ്ക്ക് പറഞ്ഞ നീ ശരിയാകത്തില്ല. മാനിയോ മര്യാദയ്ക്ക് പറഞ്ഞാൽ നിന്നെ ദൈവത്തിന് കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവം എന്തെന്നറിയാമോ? നിന്റെ പല സുഖങ്ങളെയും മാറ്റും. ചില ഉപദ്രവങ്ങളിലൂടെ ദൈവത്തിനെ കടത്തിവിടും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ.
മാന്യോ മര്യാദയ്ക്ക് സുവിശേഷ വേല ഞാൻ ഇറങ്ങിയില്ല. അടി കൊണ്ടപ്പോ ദാ ഇറങ്ങുന്നേന്നും പറഞ്ഞുകൊണ്ട് കൈ ഊപ്പി ഇറങ്ങിയവനാ ഞാൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കിക്കോണ്. അവൻ ദൈവത്തിന് ഒരു പദ്ധതി നിന്നെ കുറിച്ചുണ്ടെങ്കിൽ, നിന്റെ സഭയെ കുറിച്ചുണ്ടെങ്കിൽ, പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിച്ച, നിന്റെ ശുശ്രൂഷയെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിച്ച, നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിച്ച, സ്തോത്രം. അപ്പൊ യെരുശലേമിലെ സഭയ്ക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. ആ ഉപദ്രവത്തിന്റെ അനന്തര ഫലമായിട്ട് യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? അപ്പൊ ശ്രദ്ധിക്കണേ, യെരുശലേമിനകത്ത് ശക്തി ലഭിച്ചിട്ടും ഒതുങ്ങിക്കൂടിയ ഇവരുടെ ആ വതിർവരമ്പുണ്ടല്ലോ, അത് തമ്പുരാനങ്ങ് പൊട്ടിക്കുക. സ്തോത്രം. അത് പൊട്ടിച്ചപ്പോൾ ഇവർ അടുത്ത വാഗ്ദത്തത്തിന്റെ മേഖലകളിലേക്ക് അവർ ദൈവസഭ ചവിട്ടിക്കയറാൻ തുടങ്ങി. ഈ ഭാഗം അവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് അന്ത്യോക്യയിലാ ചെല്ലണ്ട. രാമൻ പറഞ്ഞാട്ടെ, നമ്മളിപ്പോൾ യെരുശലേമിലും യഹൂദയിലും ഒക്കെ നിൽക്കുക. പലരും ചിന്തിക്കുന്നത് എൻ്റെ പൊന്നു തമ്പുരാനെ ഇപ്പൊ 5:30 ഈ പുള്ളി എപ്പോഴാണ് അന്ത്യോ, നിങ്ങൾ പാരപ്പെടണം, നമ്മൾ അന്ത്യോക്ക് ചെന്നിട്ട് ഇന്ന് പിരിയോ. രാമൻ പറഞ്ഞാട്ടെ, രക്തത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. അപ്പൊ യെരുശലേമിൽ നിന്ന് ഏകദേശം 300 മൈൽ ദൂരമാണെന്ന് ഓർത്തോണം അന്ത്യോക്യ. നമ്മളിപ്പോ ഒരു ഒറ്റ പോക്ക് എൻ്റെ കൂടെ വന്നോണം. രക്തത്താൽ ജയമെടുക്കുക. 300 കിലോമീറ്റർ ഒക്കെ നമ്മൾ ഒരു മണിക്കൂറിൽ ഇപ്പൊ കേറിപ്പാൻ പോവുക. കരങ്ങൾ ഉയർത്തി നല്ല രാമൻ പറഞ്ഞാട്ടെ. അവൻ രക്തത്താൽ ജയമെടുക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക. അവ യെരുശലേം സഭയ്ക്ക് അവൻ നേരിട്ട ഉപദ്രവത്തിന് അനന്തരഫലമായി ചിതറിപ്പോയവർ കുറച്ച് യഹൂദിയ, കുറച്ച് ശമരിയ ദേശങ്ങളിൽ. ഇനി നമുക്ക് അന്ത്യോക്യയിലേക്ക് കയറാം. 11-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായത്തിലേക്ക് വന്നിട്ട് 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 11:19. ഇതിന്റെ കണ്ടിന്യൂഷൻ. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. ശ്രദ്ധിച്ചേ, 8-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ ഉപദ്രവത്തിന്റെ തുടർച്ച, അതേ ഉപദ്രവത്തിന്റെ അടുത്ത ഭാഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവത്തിന്റെ അനന്തര ഫലമായിട്ട് സംഭവിക്കപ്പെട്ടത് ചിതറിപ്പോയവരിൽ ഒരു കൂട്ടം ഇപ്പോൾ എങ്ങോട്ടൊക്കെ പോയിന്ന ഫൊയ്നീക്യ, കുപ്രോസ്, പിന്നെ എങ്ങോട്ടും പോയി. ഉറക്കെ പറഞ്ഞ അന്ത്യോക്യ. അപ്പോൾ ശ്രദ്ധിക്കണമേ, യെരുശലേമിനകത്ത് ഒതുങ്ങിക്കൂടിയവർ ഇപ്പോൾ ചിതറി യഹൂദിയ, ശമരിയ, ഇങ്ങനെ ചിതറി ഇപ്പൊ എവിടം വരെ എത്തിയിരിക്കുക? മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞത്? അന്ത്യോക്യ വരെ ഇവർ എന്ത് ചെയ്തിരിക്കുക? എത്തിയിരിക്കുക. യെരുശലേമിൽ നിന്നും 300 കിലോമീറ്റർ ദൂരമുണ്ട് ഈ അന്ത്യോക്യ. ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ കണ്ടോ, ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം അവൻ പരിശുദ്ധാത്മാവനിൽ എത്തപ്പെട്ടിരിക്കുന്നു. എങ്ങനെ എത്തപ്പെട്ടു? അവർക്ക് സംഭവിച്ച ഉപദ്രവത്താൽ അവരെന്ത് ചെയ്തു? അന്ത്യോക്യയിൽ എത്തി. ഇനി ഇവർ അന്ത്യോക്യയിലേക്ക് അങ്ങനെ എത്തി. അന്ത്യോക്യയിലെത്തിയത് എങ്ങനെയാണെന്ന് ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്കതിന്റെ ആൻസർ ലഭിക്കുവാനിടയായത്. 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിൽ യവന എബ്രായ ഭാഷക്കാർ തമ്മിലുണ്ടായ ഒരു പ്രശ്നം നിമിത്തമായി പ്രശ്നപരിഹാരത്തിനായി അപ്പോസ്തലന്മാർ ഒരു ക്രമീകരണം ഉണ്ടാക്കി. ആ ക്രമീകരണം പരിശുദ്ധാത്മാവ് ജ്ഞാനം നിറഞ്ഞ 7 പേരെ മേശയെങ്കിൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുപ്പിനകത്ത് 6-ന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. 6-ന്റെ 5 7 പേരെ തെരഞ്ഞെടുത്തു. 6-ന്റെ 5 വായിച്ചു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കോനോർ, തിമോർ, പർമനോസ്, യഹൂദ മതവാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോഫോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. നമ്മുടെ ചിന്താ വിഷയമായ ഭാഗം അതിനകത്ത് കിടപ്പുണ്ട്. കണ്ടോ, എന്തുവാ? അന്ത്യോക്യക്കാരനായ നിക്കോലാവോസ്, അന്ത്യോക്യക്കാരനായ നിക്കോലാവോസ് മേശയെങ്കൽ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ നിറവും ജ്ഞാനവും നല്ല സാക്ഷിയുമുള്ള 7 പേരെ തെരഞ്ഞെടുത്തതിൽ നമുക്കാകപ്പാടെ അറിയാകുന്നത് 2 പേരുടെ പേരാ. ആരുടെയൊക്കെയാണെന്നറിയോ? ഫിലിപ്പോസും സ്തെഫാനോസും. 3-ാമത്തെ പേരറിയോ? ഇല്ല. എന്താ അറിയാത്ത? വായി കൊള്ളത്തില്ല, പറഞ്ഞാ തെറ്റും. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല. സ്വത്രം പറഞ്ഞാട്ടെ. രക്തത്താൽ ജയം. എന്നാൽ 2 പേരല്ല, 7 പേരുണ്ട്. അവിടെ അന്ത്യോക്യക്കാരനായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുകയാണ്.
പരിശുദ്ധാത്മാ നിറഞ്ഞവനാ. അപ്പോൾ യെരുശലേം സഭയ്ക്ക് ഉപദ്രവം നേരിട്ടപ്പോൾ അന്ത്യോക്യക്കാരനും അതിനകത്തുണ്ട്. അപ്പൊ അന്ത്യോക്യക്കാരന് കൂട്ടത്തിൽ ഇത് 10 എണ്ണം ഇടിച്ചോട് പറഞ്ഞു എന്തായാലും അടി കൊള്ളുക, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വിടാമെന്നും പറഞ്ഞിട്ട് ഇവന്റെ സ്വന്തം സ്ഥലമായ അന്ത്യോക്യയിലേക്ക് ഈ 10 എണ്ണത്തെ പിടിച്ചോണ്ട് ഈ മനുഷ്യൻ ചെന്ന് അവിടെ കൂട്ടായ്മ തുടങ്ങി ആരംഭിക്കപ്പെട്ട സഭയാണ് എന്തൊരു സഭ? അന്ത്യോക്യയിലെ സഭ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അതിനകത്തൊരു ആത്മീക ദൂത് പറയാം. സ്വത്രം. ഈ 7 പേരെ തെരഞ്ഞെടുത്തത്, അന്ത്യോക്യക്കാരനായ നിക്കോലോസ് ഉൾപ്പെടെ 7 പേരെ തെരഞ്ഞെടുത്തതിൽ അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ച 7 പേര് പരിശുദ്ധാത്മാവ് പ്രാപിച്ചത്. ശ്രദ്ധിച്ചേ, ഇവരെപ്പോഴാ പരിശുദ്ധാത്മാവ് പ്രാപിച്ചേ? ഇവരെപ്പോഴാ പരിശുദ്ധാത്മാവ് പ്രാപിച്ച? അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറ, ഇവരെപ്പോഴാ പരിശുദ്ധാത്മാവ് പ്രാപിച്ചേ? സഹോദരിമാരെ ഒന്ന് പറഞ്ഞോ, നിങ്ങളുടെ ഉള്ള പ്രതീക്ഷ എനിക്കൊന്ന് പറ. അപ്പൊ നിങ്ങൾ എപ്പോഴാ പരിശുദ്ധാത്മാവ് പ്രാപിച്ചേ? മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഏകദേശം 120 പേരുടെ കൂട്ടത്തിൽ ആരുമുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ 120 പേര് കൂടുന്ന ആ മീറ്റിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും കൂടുതൽ VIP ലെവലിൽ, VIP കസേരയിൽ ഇരിക്കുന്ന ആരൊക്കെയാണെന്നറിയോ? പത്രോസ്, യാക്കോബ്, സഹോദരന്മാരുടെ ഭാഗത്ത് VIP ലെവലാണ്. കാര്യം അവർ പ്രധാനപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് അവർ VIP ലെവലിൽ മാളിക മുറിക്കാത്ത എൻ്റെ ഒരു ചിന്തയാ. ഫ്രണ്ട് ലൈനിൽ ഇരിക്കുക. സഹോദരിമാരുടെ കൂട്ടത്തിലാണെങ്കിൽ യേശുവിൻ്റെ അമ്മ മറിയ മഗ്ദലക്കാരത്ത് പറയുക, ഇങ്ങനെ സഹോദരി ലേഡീസ് സെക്ഷൻ മറ്റൊരു ഭാഗത്തിരിക്കുക. സ്വത്രം പറഞ്ഞാട്ടെ, ഇതിന് എവിടെങ്ങാണ്ട് പുറയിൽ ഒടിഞ്ഞ ഏതാണ്ട് കസേരയില ഈ നിക്കോലോവോസ് ഒക്കെ ഇരിക്കുന്നത്. ആരാണ്ട് പുള്ളിയോട് ചോദിച്ചു, പത്രോസ് ഇരിക്കുന്ന അതിനകത്ത് വല്ലതും കാര്യമുണ്ട്, ഇയാൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഇവിടെ? ഒരാമയും പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ അവിടെ എന്നിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. സ്വത്രം. ആരാണ്ട് ചോദിച്ചു, പത്രോസ് ഇരിക്കുന്നതിനായിട്ട് വല്ലതും പ്രയോജനമുണ്ട്? കാര്യം പത്രോസിനോട് തമ്പുരാൻ പറഞ്ഞ കാത്തിരുന്ന് നിങ്ങൾക്ക് എന്തോ കിട്ടും? ശക്തി കിട്ടും. 12 അപ്പോസ്തലന്മാരായിട്ട് നിങ്ങളെ മാറ്റുമെന്നൊക്കെ ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാനും ഒക്കെ മാളിക മുറിക്കകത്ത് ഇരിക്കുന്നതിനകത്ത് അവർ ചിലത് പ്രതീക്ഷിച്ചോണ്ടാണ് ഇരിക്കുന്നത്. എടാ നിക്കോലോവോസ്, നീ എന്തോ നീ എവിടുന്നാ വന്നേ? രക്തത്താൽ ജയമെടുക്കുക. പുള്ളി പറഞ്ഞു, അതാ ബ്രദറെ എനിക്കറിയാത്തത്. സ്വത്രം. ഇവിടെ മീറ്റിംഗ് നടക്കുന്ന അറിഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞു. ഞാനും അവരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? കയറിയിരിക്കുക. സ്വത്രം പറഞ്ഞാട്ടെ, ഉദ്ദേശിയാകാനൊന്നും കയറിയതല്ല, പാസ്സാകാനൊന്നും കയറിയല്ല, പ്രവാചകനാകാനൊന്നും കയറിയല്ല. കിട്ടിയ അവസരം പ്രാപിക്കാൻ വേണ്ടി കയറിയവരുടെ കൂട്ടത്തിലുള്ളത് ആ 7 പേര്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്വത്രം ചെയ്യുക. കുഞ്ഞേ, അവൻ ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയാ. ഇതിനകത്ത് നീ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉപവസിച്ചുമൊക്കെ ദൈവം നിനക്ക് തരുന്ന സമയങ്ങളിൽ നീ ഇരിക്കുമ്പോ നിനക്കറിയത്തില്ല നാളുകളിൽ ദൈവം നിന്നെ ഏതൊക്കെ മേഖലയിലേക്ക് ഉപയോഗിക്കുമെന്ന്, ഏതൊക്കെ നിലയിലേക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇന്ന് സാധിക്കത്തില്ല. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാ, ഇരിക്കുന്നത് നഷ്ടമല്ല, ഇരിക്കുന്നത് വെറുതെയല്ല. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച നമ്മുടെ പത്രോസ്, യാക്കോബ് ഉൾപ്പെടുന്ന ആ ഉദ്ദേശിമാരെല്ലാം, ബ്രദറെ, ഉദ്ദേശിമാരെല്ലാം പ്രസംഗിക്കുന്നു. 3000 പേര് രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, മുടന്തനെ സൗഖ്യമാക്കുന്നു. പോസ്റ്ററിനകത്ത് ഫോട്ടോ, ലൈവ് എന്ന് വേണ്ട മൊത്തം ഇവരങ്ങ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ നിക്കോലോവോസ് പോറയുള്ള അച്ഛന്മാരുണ്ടല്ലോ, ഇവരിപ്പോ മേശയും തുടച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ല? ഇവരുടെ ശുശ്രൂഷ എന്തുവാ? പാ പൊക്കുക, ഒരാമയും പറ, പാവടക്കുക, പായിടുക, ബോക്സ് വെക്കുക, ഹല്ലേലൂയ, ടേബിൾ മിനിസ്റ്റർ ചെയ്യുക, ഉദ്ദേശിയുടെ ബാഗ് പിടിക്കുക, ക്ലോസറ്റ് കഴുകുക. നല്ലൊരു ആമയം പറഞ്ഞാട്ടെ. അല്ലേ, നമ്മളാരെ പറഞ്ഞു? പിന്നെ ഇതിനു വേണ്ടിയാണോ 10, 21, 40 വരുന്നത്? ക്ലോസറ്റ് ഇടുവാനാണോ? ഒരാമയം പറഞ്ഞാട്ടെ. ഞങ്ങളെ പോലെ എഴുതുമാരില്ലേ പത്രോസ്, യാക്കോബ്? അവർക്ക് പാസും റബ്ബറിന്റെ സ്ഥാനം എല്ലാം കൊടുത്തല്ലോ, ഞങ്ങൾക്ക് കൂടെ ഓടിഞ്ഞു കൊടുത്ത. എന്റെ പോലെ നിങ്ങളെല്ലാവരും കൂടെ പാസ്സായ പിന്നെ ഇവിടെ എന്തോ സ്ഥിതി? ഒരാമയും പറഞ്ഞോട്ടെ. ആരെങ്കിലും വന്ന് ഏതെങ്കിലും ദൈവദാസം വന്ന് തലയെ കൈവച്ച് ബ്രദർ ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആദ്യം പിന്നെ കാണുന്ന ഈ കോഡ്ലെസ് മൈക്കാം. ശുശ്രൂഷയുണ്ട്, കോഡ്ലെസ്സാ. ഒരാമയും പറഞ്ഞാട്ടെ. പിന്നെ നമ്മൾ ഉറക്കത്തിലെല്ലാം പുൾപ്പിറ്റ് കത്രിവേഷ കൊടുക്കുന്നത്, സ്നാനപ്പെടുത്തുന്നത്. നല്ലൊരാമയും പറ. രക്തത്താൽ ചെയ്യപ്പെടുക്കുക. ശുശ്രൂഷ കണ്ടതുപോലെ സഹോദരിമാരോട് പോലെ ആരെങ്കിലും ദൂത് പറഞ്ഞാൽ പിന്നെ മൊത്തം കാണുന്നത് എൻ്റെ അച്ഛൻ പാസ്റ്ററാകുന്നു, ഞാൻ മദറാകുന്നു. രാമൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ചെയ്യപ്പെടുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ പറയുന്നേ. ഒരുമിച്ചില്ലേ കാത്തിരുന്നേ? കൂടിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാനും അല്ല ഇപ്പൊ എന്ത് ചെയ്തു? വേദികളിൽ കയറി. ഇപ്പഴും
രക്തത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. പക്ഷെ അവർക്ക് പ്രൈസ് ഗാഡ് അങ്ങനൊരു ചിന്ത അവരുടെ അകത്തു വന്നില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. അങ്ങനൊരു ഷഖബനസി പ്രൈസ് ഗാഡ് അങ്ങനൊരു ചിന്ത അവരുടെ അകത്ത് അവരെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് നിൽക്കുക. അവരിപ്പോൾ മേശയിൽ ശുശ്രൂഷിക്കുന്നവരാണ്. മേശയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യെരുശലേം സഭയ്ക്ക് എന്തു വന്നത്? ഉപദ്രവം വന്നത്. പക്ഷേ അവർ പ്രാപിച്ചതൊരിക്കലും ഒരു മേശയ്ക്കകത്ത് ഒതുങ്ങാൻ ദൈവം അനുവദിച്ചില്ല. എത്ര പേർക്ക് മനസ്സിലായി? അവൻ മേശയ്ക്കകത്ത് ഒതുങ്ങാൻ ദൈവം അനുവദിച്ചില്ല. ദേശത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ത്യോക്യക്കാരനായ നിക്കോലുവോസ് ദൈവശക്തി പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അന്ത്യോക്യ എന്ന സ്ഥലത്തെത്തി താൻ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടം അവിടെ ആരംഭിക്കുവാനിടയായി തീർന്നു. അതാണ് 11-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 20 മുതൽ താഴോട്ട് പെട്ടെന്ന് വായിച്ചോട്ടെ. 20 മുതലുള്ള വാക്യങ്ങൾ. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവിന്റെ കൈ അവരോട് കൂടെ. അന്ത്യോക്യ സഭയുടെ ആരംഭത്തെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അന്ത്യോക്യ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. വ്യത്യസ്തമായ ആരാധന അനുഷ്ഠാന രീതികളാൽ നിറയപ്പെട്ടിരിക്കുന്ന, അന്യ മതങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചു കേൾക്കണം. പോയ ഈ ദൈവദാസന്മാർ സഹോദരന്മാരുടെ കൂടെ കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ഒരു കൂട്ടം വിശ്വസിച്ചു കർത്താവിലേക്ക് തിരിഞ്ഞു. മനസ്സിലാക്കുന്നുണ്ടോ? PhD ഉണ്ടായതുകൊണ്ട് തിരിഞ്ഞെന്നല്ല, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ദേശത്തിൽ അന്ത്യോക്യയിലുള്ള അന്യദൈവാരാധനകൾ നിറഞ്ഞു നിന്ന ഒരു കൂട്ടം ജനം അവിടെ നിന്ന് എവിടേക്ക് തിരിഞ്ഞു? പറ. കർത്താവിലേക്ക് തിരിഞ്ഞു. ഇന്ന് പകൽ കേൾക്ക് പ്രിയരെ, കർത്താവിന്റെ കരം നിന്റെ കൂടെ, യേശുവിന്റെ കരം നിന്നെ കൂടെ ജനം നിന്നിലേക്കല്ല യേശുവിലേക്ക് തിരിയും. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ പറയുന്നു, കർത്താവിന്റെ കൈ നിന്റെ കൂടുണ്ടെങ്കിൽ അവൻ നിശ്ചയമായും ഉറപ്പാണ്. ഏത് ബന്ധനത്തിനകത്ത് കിടക്കുന്നവരാണെങ്കിലും, ഏത് കെട്ടിനകത്ത് കിടക്കുന്നവരാണെങ്കിലും അവരെ കർത്താവിലേക്ക് തിരിക്കാൻ ഇന്ന് വൈകുന്നേര സമയം നമ്മുടെ കൂടുള്ള ദൈവശക്തിയുടെ കരത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറ. സ്തോത്രം. കർത്താവിന്റെ കരം അവരുടെ കൂടുണ്ടായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെയുള്ള ജനത്തെ കർത്താവ് തന്നിലേക്ക് എന്ത് ചെയ്തു? തിരിക്കുവാനിടയായി. പിന്നെ അടുത്ത വാക്യം വായിച്ചു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ, അവരെ കുറിച്ചുള്ള, അവിടെ പോയ കുറച്ചു പേരുണ്ടല്ലോ, നിക്കോലോവോസ് ഉൾപ്പെടുന്ന പലർ, അവരെ കുറിച്ചുള്ള വർത്തമാനം എവിടെ എത്തി? സഭയുടെ ഹെഡ് ഓഫീസായ യെരുശലേമിലെത്തി. ഒരാമേൻ പറ. എന്തോ എത്തി? എന്തോ വർത്തമാനം എത്തിയേ? സ്തോത്ര. എത്തിയത് ഇത്രേ ഉള്ളൂ, കർത്താവിന്റെ കൈ അവരുടെ കൂടുണ്ട്. ജനം ഇപ്പോൾ ദൈവത്തിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിയുന്നു. ഈ വർത്തമാനം എവിടെ എത്തി? യെരുശലേമിലെത്തി. അപ്പോസ്തലന്മാരുടെ കാതുകളിലേക്ക് എത്തുക. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. രക്തത്താൽ എന്നെ ഈ ഭാഗമൊക്കെ വല്ലാതെ സ്പർശിച്ച ഭാഗമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം അപരിചിതമായി കിടന്ന സ്ഥാനം, ആരും അറിയാതെ കിടന്ന സ്ഥലം, മറ്റുള്ളവരാൽ ദൈവത്താൽ അറിയപ്പെടാതെ കിടന്ന സ്ഥലം. ശ്രദ്ധിച്ചു കേൾക്കണം. അഭിഷേകം പ്രാപിച്ച ചിലർ ആ സ്ഥലത്തേക്ക് ചെന്നത് നിമിത്തമായി കർത്താവിന്റെ കൈയുടെ ചലനം അവിടെ വെളിപ്പെട്ട നിമിത്തമായി അന്ത്യോക്യയെ കുറിച്ചുള്ള സ്തുതി ദേശങ്ങളിൽ പരക്കാൻ തുടങ്ങി. പ്രൈസ് ഗാഡ്. മനസ്സിലാകുന്നു. ഇന്നത്തെ പോലെ ലൈവ് സിസ്റ്റം വന്നുണ്ടോ?
ലൈവില്ല. ഇന്ന് ശ്രുതി പറക്കാൻ ലൈവുണ്ട്, പ്രൈസ് ഗോഡ്. എന്നാൽ അന്ന് ശ്രുതി പറക്കാൻ ലൈവില്ല, വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് സംവിധാനങ്ങളില്ല, യൂട്യൂബ് സംവിധാനങ്ങളില്ല. ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെ കുറിച്ചുള്ള ശ്രുതി അവൻ യെരൂശലേം വരെ എത്തുവാനിടയായി. രക്തത്താൽ ജയം. ഇന്ന് പകൽ ദൈവാത്മാവനോട് ശക്തമായ ദൂത് പറയുന്നു. ആര് അവൻ ഒളിച്ചു വെക്കാൻ നോക്കിയാലും മറച്ചു വെക്കാൻ നോക്കിയാലും ഒളിക്കാനും മറയ്ക്കാനും കഴിയാത്ത രീതിയിൽ സഭയുടെ ശ്രുതിയെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ആത്മാവ് ഓപ്പൺ ആക്കുന്ന ഒരു പകലാണെന്ന് ഇന്ന് പകൽ പ്രവചിച്ചു പറയാൻ പരിശുദ്ധാത്മാവനോട് ശക്തമായ ആലോചന പറയുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറ. സ്വതന്ത്രം പറ. മോശയുടെ മാതാപിതാക്കൾ മോശയെ എത്ര മാസം ഒളിപ്പിച്ചു സഹോദരന്മാരെ? കേട്ടില്ല? 3 മാസം. അടുത്ത വാക്യം പിന്നെ അവനെ ഒളിപ്പിച്ചു വെക്കാൻ, അങ്ങനെ വാക്യമുണ്ട്. 3 മാസം ഒളിപ്പിച്ചു. പിന്നെ അവനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒളിപ്പിച്ചു വെക്കാൻ എന്ത് ചെയ്തില്ല? എന്താ കഴിയാഞ്ഞേ? 3 മാസം ഒളിപ്പിച്ചു. അവൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഒളിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ. സ്വത്ര ഒളിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ മാസം കഴിയുന്നതിനനുസരിച്ച് ഇവന്റെ കരച്ചിലിന്റെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. ഒരു പെട്ടകത്തിനകത്തും ഇവന്റെ കരച്ചിൽ എന്ത് ചെയ്തില്ല? എത്ര സീലടിച്ച് നോക്കിയിട്ടും കരച്ചിൽ പുറത്തു വരിക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വാ പൊത്തി നോക്കിയിട്ട് കരച്ചിൽ പുറത്തു വരിക. ഇന്ന് പകൽ ദൈവാത്മാവോട് പറയുന്നു, അവൻ ശക്തമായ ആരാധനയുടെയും അവൻ പ്രാർത്ഥനയുടെയും അന്തരീക്ഷം ഇതിനകത്ത് പുറത്തു വരുന്നെങ്കിൽ ഇന്ന് പകൽ സഭയെ കുറിച്ചുള്ള അവൻ ശ്രുതിയെ ദേശത്ത് വരത്താൻ കരങ്ങളടിച്ച് എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമക്കളെ. ശ്രുതി പറഞ്ഞപ്പോൾ ആ ശ്രുതിക്കകത്തുണ്ടായിരുന്നത് എന്തെന്നറിയാമോ? കർത്താവിന്റെ കൈ അവരുടെ കൂടെ ഉണ്ട്. കർത്താവിന്റെ കൈ നിന്റെ കൂടെ ഉണ്ടെന്ന്, യേശുവിന്റെ കരം നിന്റെ സഭയോടെ കൂടെ ഉണ്ടെന്ന് അവൻ നിന്റെ കുടുംബക്കാർ അറിയാൻ പോവുകയാണ്. സ്തോത്രം പറ. മുഴങ്കാലടിയിൽ തലയിട്ട് പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് ദൈവം ഒരു ആലോചന കൊടുത്തു. ഞാൻ വലിയൊരു മഴ പെയ്യിക്കാൻ പോവുകയാണ്. അതിന് മുഴക്കം കേട്ടപ്പോൾ ഏലിയാവ് ആഹാബിനോട് ഈ കാര്യം പറഞ്ഞു. മഴ തടുക്കാതിരിക്കേണ്ടതിന് ആഹാബ് രഥം പൂട്ടി ഇസ്രായേലിലേക്ക് എന്ത് ചെയ്തു? ഓടുക, രഥത്തിൽ പോകുക, ഹോഴ്സ് പവറിൽ പോകുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ യഹോവയുടെ കരം, 1 രാജാക്കന്മാർ പുസ്തകമാണ്, 18 അവസാനമാണ്. അപ്പോൾ യഹോവയുടെ കരം ഏലിയാവിന്റെ മേൽ വന്നു. കരം ഏലിയാവിന്റെ മേൽ വന്നു. എന്നിട്ട് നിങ്ങൾ വായിക്കണം, ഇസ്രായേലിൽ എത്തുമ്പോൾ ആഹാബിന് മുൻപായിട്ടാ ദൈവം ഏലിയാവിനെ എത്തിച്ചേ. സ്വത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ കരം വന്നാലുണ്ടല്ലോ ഇവിടുത്തെ ഹോഴ്സ് പവറുകളൊക്കെ പുറത്ത് നിൽക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇവിടുത്തെ സകല അധികാര ശക്തികളും പുറയും നിൽക്കും. കർത്താവിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ നിയമങ്ങൾക്ക് പിന്നെ ചലിക്കാൻ പറ്റത്തില്ല, നിയമസംഹിതകൾക്ക് ചലിക്കാൻ പറ്റത്തില്ല, ഭരണങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അവ കേരളത്തിൽ കർത്താവിന്റെ കൈ ചലിക്കട്ടെ. അവ ഇന്ത്യ മഹാരാജ്യത്തില് യേശുവിന്റെ കൈ ചലിക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ യേശുവിന്റെ കൈ ചലിക്കട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ യേശുവിന്റെ കൈ ചലിക്കട്ടെ. ഗ്രാമങ്ങളിൽ യേശുവിന്റെ കൈ ചലിക്കട്ടെ. സ്തോത്രം. ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കൈ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങിയപ്പോൾ കുതിരശക്തിക്കകത്ത് പോയവനെ പുറയിലാക്കിക്കൊണ്ട് ഏലിയാവിനെ ദൈവം മുമ്പിലെത്തിച്ചു. ഒരു ദൂത് ആരോടോ ഇന്ന് പകൽ ആത്മാവ് വെളിപ്പാടിൽ കൈമാറുന്നു. ഏറ്റെടുത്ത് ദൈവത്തിന് സ്വത്രം പറയണം. ആമൻ. ശ്രദ്ധിക്ക്. ആഹാബിനുള്ളത് നിനക്കില്ല. ആഹാബിന് കുതിരയുണ്ട്, അത് നിനക്കില്ല. ആഹാബിന് രഥമുണ്ട്, അത് നിനക്കില്ല. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാ, ആഹാബിനില്ലാത്തത് നിനക്കുണ്ട്. ആഹാബിനില്ലാത്തത് നിനക്കുണ്ട്. നിന്റെ കുടുംബക്കാർക്കില്ലാത്തത് നിനക്കുണ്ട്. നിന്റെ രക്തബന്ധങ്ങൾക്കില്ലാത്തത് നിനക്കുണ്ട്. നിന്റെ ചാർച്ചക്കാർക്കില്ലാത്തത് നിനക്കുണ്ട്. അത് പൈസയായിരിക്കത്തില്ല, അത് മാനുഷികമായി ഒന്നുമായിരിക്കത്തില്ല. യഹോവയുടെ കരം നിനക്ക് അനുകൂലമാണ്. അവന്റെ കൈ നിനക്ക് അനുകൂലമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുക.
സ്തോത്രം. ഇന്ന് പകൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. നിങ്ങളുടെ രക്തബന്ധങ്ങളുടെ കയ്യിൽ ഉള്ളത് പലതും നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല. ഭാരപ്പെടരുത് കേട്ടോ, ഭാരപ്പെടരുത്. ഒരു ദൂത് പറയുന്നു ഞാൻ, അവന്റെ കരത്തിൽ ഇല്ലാത്തത് നിന്നോട് കൂടുണ്ട്. പ്രൈസ് ഗാഡ്. അത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ കരമാണ്. ഈ കരം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയം നീ പുറകിൽ നിൽക്കാൻ ദൈവം രക്തത്താൽ ജയം ശിവല ഹടകസിയാല. നീ പുറകിൽ ഇന്ന് നിൽക്കുന്നെങ്കിൽ എഴുതി വെച്ചോ, നീ പുറകിൽ എന്നും കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നെന്ന്, വീണ്ടുവരാൻ പോകുന്നെന്ന്. കുടുംബക്കാരുടെ മടുവില്, രക്തബന്ധങ്ങളുടെ മടുവില്, ദേശത്തിന്റെ മടുവില്, ജോലി സ്ഥലത്ത്, ശുശ്രൂഷ വഴികളിൽ സ്വതന്ത്രം. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. വിശദീകരിക്കുന്നില്ല. കർത്താവിന്റെ കൈ അവരുടെ കൂടെ ഇരുന്ന് വലിയൊരു കൂട്ടം വിശ്വസിച്ച് അവരെക്കുറിച്ചുള്ള സ്തുതി യെരൂശലേം സഭയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ എന്ത് ചെയ്തു? അന്ത്യോക്യയിലേക്ക് കയച്ചു. അവർ കുറച്ചുകൂടെ ബലപ്പെടാൻ. ബർന്നബാസ് ആരാ? ബർന്നബാസ് എന്നറിയോ? ഉള്ള മുതൽ മൊത്തവും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച ഒരു ദൈവമനുഷ്യനാണ്. ആര്? ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യൻ. 4-ാം അധ്യായം 36-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, ബർന്നബാസിനെ കുറിച്ച് അതിനകത്തുണ്ട്. ഞാനത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. 4-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് അല്ലേ? ആ മനുഷ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഒരാമൻ പറഞ്ഞാട്ടെ. എവിടാ ഡിപ്പോസിറ്റ് ചെയ്തേ? അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഡിപ്പോസിറ്റ് ചെയ്തു. ശ്രദ്ധിച്ചേ. അവ തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവ മനുഷ്യനാണ് ബർന്നബാസ്. ബർന്നബാസ് എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ. ഇംഗ്ലീഷിൽ സൺ ഓഫ് എൻകറേജ്മെന്റ്. എന്താണ്? സൺ ഓഫ് എൻകറേജ്മെന്റ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. സ്വതന്ത്രം. അപ്പം ബർന്നബാസിനെ വിടാൻ കാര്യമുണ്ട്. ഈ ബർന്നബാസിന്റെ മേലുള്ള അഭിഷേകം എന്ന് പറയുന്നത്, പുള്ളി ആരുടെയെങ്കിലും ഒരു സ്വത്രം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അങ്ങ് എൻകറേജ് ആകും. നമ്മൾ കൊടുക്കാതിരിക്കുന്നതെന്നല്ലേ, ഉള്ളവൻ്റെ എൻകറേജ് ഒക്കെ പോരാമയും പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് രാമയും പറഞ്ഞു നോക്കട്ടെ ഉണ്ടോ എന്ന്. എൻകറേജ് വല്ലതും ഉണ്ട് ഇച്ചിരിയൊക്കെ ഉണ്ട്. രാമയും പറഞ്ഞു. ഈ ബർന്നബാസിനെ വിടാൻ കാര്യം, സ്വത്രം, ബർന്നബാസിനെ വിടാൻ കാര്യം, ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം അങ്ങ് മാറുക. സ്വത്രം. നിരാശപ്പെട്ടും ക്ഷീണിച്ചൊക്കെ എങ്ങനെയുണ്ട് ബ്രദറെ? വല്ല ബുദ്ധിമുട്ടാണോ? എൻ്റെ അവസ്ഥ അതുപോലെ, എല്ലാം പോയി. എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുക എല്ലാം പോയി, ഒന്നുമില്ല. ഇപ്പം കുടുംബത്തിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിരിക്കുക. ഇവ പുതിയ വിശ്വാസിയാ. ഇവൻ പിന്നെ ആ ചർച്ചിലോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട. പക്ഷെ ബർന്നബാസിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, പ്രൈസലോട്ട്, എങ്ങനെയുണ്ട്? ആകെ പ്രശ്നം. കുഴപ്പമില്ല ബ്രദറെ, പേടിക്കുന്നതിന് എത്ര ലക്ഷം കടം? 40 ഉള്ളൂ. തമ്പുരാനെ, ഒന്നും പേടിക്കണ്ട, ഇത് നിസ്സാരമാണ്. ഒരാമൻ പറഞ്ഞോട്ടെ. ഈ പറയുന്നത് വിളിക്കലും 50 ലക്ഷം കടമായിരിക്കും. സ്വത്രം. നിന്റെ മേൽ അഭിഷേകം മറ്റൊരാളെ എൻകറേജ് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് പാസ്റ്റർമാർക്ക് ഒരു പ്രശ്നവും അല്ലേ? നിങ്ങളെല്ലാം വന്നു വരും, നിങ്ങളെ ബലപ്പെടുത്തുന്നു, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അവർ വിശ്വാസികളുടെയൊക്കെ അറിയെന്ന് പറയും. ഈ പാസ്റ്റർമാരെന്ന് പറയുന്നത് ഏതാണ്ട് പിന്നെ പ്രത്യേകിച്ച് ഏതാണ്ട് ജീവികളാണ്. പ്രത്യേകിച്ച് ചില ജീവിത അനുഗ്രഹ ജീവികൾ. രാമയും പറഞ്ഞാട്ടെ. അവർക്ക് ടെൻഷനില്ല, പിരിമുറുക്കമില്ല, വാൾവില്ല, ഹാർട്ടില്ല, കരളില്ല. ഒരാമയും പറ. രക്തമില്ല. അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരേതാണ്ട് സംഭവങ്ങളാണ്. രാമൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുക. അഭിഷക്തന്മാരിൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമാണത്. നിങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോൾ ഷാജി പാസ്റ്റർ അവിടെ നിൽക്കുകയാണ്. എന്തോ പാസ്റ്റർ? എന്തോ പറയാനാ? പറയാതിരിക്കുന്ന നല്ല ആകെ പ്രശ്നമാണ് ബ്രദറെ. അങ്ങനെ ഒരു ഷാജി പാസ്റ്ററാണ് നിങ്ങളെ അവിടുന്ന് വെൽക്കം ചെയ്തതെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇങ്ങോട്ട് വരും? നിങ്ങൾ പറയും എൻ്റെ പൊന്നു അവിടെ പോയിരിക്കുക, നമ്മളെക്കാളും ഘട്ടത്തിലാ പുള്ളി, നമ്മളെക്കാളും ഘട്ടത്തിലാ പുള്ളി. ഇപ്പം നമ്മൾ പുള്ളിയെ ആശ്വസിപ്പിക്കാൻ അവസ്ഥയിലേക്ക് വരിക.
അപ്പോൾ പുള്ളി അത് ഭയങ്കര പ്രശ്നമായിരിക്കും. സാമ്പത്തിക പ്രശ്നം കാണും, മാനസിക പ്രശ്നം കാണും, പല വിഷയങ്ങൾ കാണും. ശുശ്രൂഷ ചെയ്യുമ്പോഴേ അത് അറിയത്തുള്ളൂ. രാമൻ പറഞ്ഞാട്ടെ, ഉടുപ്പും പുത്തൊക്കെ പിടിച്ചിറങ്ങാൻ എളുപ്പമാണ്, ഇറങ്ങുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. രാമൻ പറ, രക്തത്താൽ ജയമെടുക്കുകയാണ്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തറിയോ, അകത്ത് വേദന കരച്ചിലാണെങ്കിലും അതൊക്കെ അങ്ങോട്ട് കടിച്ചമർത്തിക്കൊണ്ട് വരുന്നവരെ ശക്തീകരിക്കുന്ന, വരുന്നവരെ ബലപ്പെടുത്തുന്ന, വരുന്നവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന, വരുന്നവരെ എൻകറേജ് ചെയ്യുന്ന, മനസ്സിലാക്കുന്നവർക്ക് ഇന്ന് പകൽ ദൈവാത്മ ഒരു ദൂത് പറയുന്നു, മറ്റൊരു ശുശ്രൂഷ നിനക്കില്ലെങ്കിലും അങ്ങനെ എൻകറേജ് നിനക്കുണ്ടെങ്കിൽ പലരും നിന്നിലൂടെ എഴുന്നേറ്റ് വരാൻ പോകുക, പലരും നിന്നിലൂടെ വെടിവെക്കപ്പെടാൻ പോകുക. നമ്മുടെ സഭയ്ക്കകത്ത് ഈ സഭയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണ്. പുതിയ ആൾക്കാരൊക്കെ ദൈവകൃപയാൽ എല്ലാ ആഴ്ചയും ദൈവം കൊണ്ടുവരട്ടെ. സ്തോത്രം. പുതിയ ഒരാൾ ഒരു ഞായറാഴ്ച ഒരു വെള്ളിയാഴ്ച വന്നാൽ വിടരുത്, എല്ലാം കൂടെ കയറി പൊതിഞ്ഞോണം. ഈച്ച പൊതിയുന്ന പോലെ എന്ത് ചെയ്യണം, അങ്ങോട്ട് എന്തിനാ പൊതിയുന്നത്, ഇടിക്കാനല്ല, അവൻ പൊതിഞ്ഞിട്ട് ഒരാൾ കഴിയുമ്പോൾ അടുത്തത്, അതാൾ കഴിയുമ്പോൾ അടുത്തത്. എൻ്റെ ബ്രദറെ, അവൻ ഞാൻ രോഗിയായിരുന്നു, കർത്താവിനെ സൗഖ്യമാക്കി. അടുത്തൊരാൾ പറയും ഞാൻ കടഭാരത്തിന്, കർത്താവിനെ സൗഖ്യമാക്കി. മറ്റുള്ളവരെ ഞാൻ രക്തത്താൽ ജയം. ഒരു 4 പേരുടെ സാക്ഷ്യം കൊണ്ട് കേൾക്കുമ്പോൾ ഇവനങ്ങ് പവറാകും. ഇത് ഇടിച്ചിട്ടാലും കണ്ടാൻ മിണ്ടത്തില്ല. ഇവിടുത്തെ കാര്യമല്ല, ഇവിടുത്തെ കാര്യം. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചോ, ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ ഒരു എൻകറേജ് സ്പിരിറ്റ് അവന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യനെ അവൻ അപ്പോസ്തലന്മാർ എങ്ങോട്ട് അയച്ചത്, അന്ത്യോക്യയിലേക്ക് അയച്ചത്. അവൻ ഇനി ശ്രദ്ധിച്ചേ, അവൻ 23-ാമത്തെ വാക്യത്തിൽ അവൻ അന്ത്യോക്യ ചെന്നു. അവൻ എന്നിട്ട് ദൈവകൃപ കണ്ട് എന്ത് ചെയ്തു, സന്തോഷിച്ചു. ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അന്ത്യോക്യയിലേക്ക് ചെന്നിട്ട് ബർന്നബാസിന് സന്തോഷിക്കാൻ വേറൊന്നുമില്ലായിരുന്നു. ബർന്നബാസ് അവരെ നോക്കിയപ്പോൾ, ഈ ജനത്തെ കണ്ടപ്പോൾ, വലിയ ചർച്ച് സെറ്റപ്പില്ല, AC ഹാളില്ല, സിസ്റ്റമില്ല, വീഡിയോ ക്യാമറയില്ല, ഒന്നുമില്ല. സ്വത്രം ഡ്രമ്മില്ല, ഒരു സാധനവുമില്ല. അവൻ നല്ലൊരു പായില്ല, ഒന്നുമില്ല. പക്ഷേ അവരുടെ ഇടയിൽ ചലിക്കുന്ന ദൈവകൃപ കണ്ട് ബർന്നബാസ് സന്തോഷിച്ചു. ഇന്ന് സന്തോഷിക്കാൻ മറ്റു പലതും ഉണ്ട്, പക്ഷെ ദൈവകൃപയില്ല. ഹല്ലേലൂയ. എന്നാൽ ബർന്നബാസ് അവരുടെ ഇടയിൽ കണ്ടത്, അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു, ദൈവകൃപയുണ്ടായിരുന്നു. വിശദീകരിക്കുന്നില്ല, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എന്നിട്ട് താഴോട്ട് ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്. 25-ാമത്തെ വാക്യത്തിൽ അവിടെ മുതലേ നമുക്ക് ഈ വാക്യത്തിലൂടെ കയറാൻ പറ്റൂ. അവർ ശൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി. അപ്പോൾ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യൻ അന്ത്യോക്യം എന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്ത്യോക്യയിൽ നിന്ന് താനിപ്പോൾ വീണ്ടും തർസോസിലേക്ക് പോവുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൗൽ എന്നു പേരുള്ള മനുഷ്യൻ, പൗലോസിന്റെ മറ്റു പേരാണ് ഷൗൽ. ഷൗൽ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിനാൽ വിടുവിക്കപ്പെട്ടു 9-ാം അധ്യായത്തിൽ. പക്ഷേ ഈ പുള്ളിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് ഈ ഷൗലിന്റെ സ്വന്തം സ്ഥലമായി തർസോസിലേക്ക് ഷൗലിനെ അന്വേഷിച്ച് പോയി, കണ്ടെത്തി. എന്നിട്ട് അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. അവര് ഒരുമിച്ച് അവിടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന ഭാഗമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചാട്ടെ, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത്? അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദോട് വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. അന്ത്യോക്യയിലെ സഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നോട് വായിക്കുന്നു. വ്യത്യസ്ത സ്ഥലവും ദേശവുമായി ബന്ധപ്പെട്ട പലരെ കുറിച്ചും, വ്യത്യസ്ത കൾച്ചർ, അതൊന്നും എടുക്കാൻ എനിക്ക് സമയമില്ല. വ്യത്യസ്ത കൾച്ചർ, വ്യത്യസ്ത വിദ്യാഭ്യാസം, വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള, വ്യത്യസ്ത മതത്തിൽ നിന്ന് വന്ന, വ്യത്യസ്ത രീതിയിൽ നിന്ന് വന്ന പലരെയും അതിനകത്ത് കാണാം. അവരുടെ കൂട്ടത്തിൽ ബർന്നബാസ് ഉണ്ട്, ശൗൽ എന്നു പേരുള്ള മനുഷ്യനുണ്ട്, പിന്നെ പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. അടുത്ത വാക്യം വായിച്ചു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപദേശിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. അന്ത്യോക്യ സഭയുടെ ആരംഭത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണുന്നത് അന്ത്യോക്യ സഭയുടെ പ്രത്യേകതയാണ്. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത മറ്റെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അന്ത്യോക്യ സഭയിൽ ഏറ്റവും വലിയ പ്രത്യേകത ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൈവപ്പുണ്ട്. കൈവപ്പുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഉദ്ദേശിച്ച കൈവപ്പല്ല, രാമൻ പറഞ്ഞാട്ടെ. മനസ്സിലായില്ലല്ലേ?
നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കൈവപ്പ് ഉദ്ദേശിച്ചെങ്കിൽ അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പറ്റുന്നത്. ആ കൈവപ്പല്ല, അറിയാലോ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ശ്രദ്ധിച്ച്, ഇവിടെ അന്ത്യോക്യ സഭയിൽ എന്തൊക്കെയുണ്ട്? ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൈവപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ അന്ത്യോക്യ സഭയ്ക്കകത്തുണ്ട്. അന്ത്യോക്യ സഭയുടെ പ്രത്യേകതയാണ്. ഇന്ന് സഭകളിൽ ഇല്ലാത്തത് അന്ത്യോക്യ സഭയ്ക്കകത്തുണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ ദൈവമക്കളെ? നമ്മുടെ സഭകളിൽ കമ്മിറ്റി ഇല്ലേലും ജനറൽ ബോഡി ഇല്ലേലും പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഉണ്ടെങ്കിൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇല്ലേലും ഇതിനകത്തൊന്നും കാര്യമില്ല. കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം, വേണം. പക്ഷേ അതൊന്നും വലുതായിട്ട് കാണരുത്. അതിനേക്കാൾ വലുതാ, ദൂത് പറയാം, ശ്രദ്ധിച്ചോ, അതിനേക്കാൾ വലുത് അന്ത്യോക്യ സഭ പ്രാധാന്യം കൊടുത്തത് സഭയുടെ ഭൗതിക മോടിക്കല്ല, ആത്മീക പ്രവർത്തനത്തിനാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ ഒരു കാഴ്ചപ്പാടിൽ ഈ സഭ അങ്ങോട്ട് മൂവ് ചെയ്താലുണ്ടല്ലോ, ഇനി പറയാൻ പോകുന്ന ദൈവപ്രവർത്തികൾ നടക്കും. പ്രൈസ് ഗാഡ്. അന്ത്യോക്യയിലെ സഭ പ്രാധാന്യം കൊടുത്തത് കസേരക്കല്ല, അന്ത്യോക്യയിലെ സഭ പ്രാധാന്യം കൊടുത്തത് പേരിനല്ല, അന്ത്യോക്യയിലെ സഭ പ്രാധാന്യം കൊടുത്തത് ഭൗതികമായ എന്തെങ്കിലും ക്രമീകരണങ്ങൾക്കല്ല. അതൊക്കെ വേണം, നല്ലത്. എന്നാൽ അന്ത്യോക്യയിലെ സഭ നിലനിർത്തി ആരാധന. എത്ര പേർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ആരാധനയിൽ മടുപ്പില്ലാത്ത, ആരാധനയിൽ കുറവില്ലാത്ത ഒരു കൂട്ടം ജനമായി ഇവിടെയുള്ള ദൈവമക്കൾ മാറട്ടെ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാ. ഉപവാസത്തിനകത്ത് കുറവില്ലാത്ത ഒരു കൂട്ടം ജനമായി ഇവിടെയുള്ള ദൈവമക്കൾ മാറട്ടെ. പ്രാർത്ഥനയ്ക്കകത്ത് കുറവില്ലാത്ത ഒരു കൂട്ടം ദൈവജനമായി ഇവിടെയുള്ള ദൈവമക്കൾ മാറട്ടെ. അതാണ് ഈ സഭയെ കുറിച്ചുള്ള യേശുവിന്റെ സ്വപ്നം. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. പ്രൈസ് ഗാഡ്. അപ്പോൾ അന്ത്യോക്യ സഭയുടെ പ്രത്യേകത ഈ പറയപ്പെട്ടതൊക്കെയായിരുന്നു. ഇനി അന്ത്യോക്യ സഭയെ എന്തിനു വേണ്ടി ആ തലമുറയിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു എന്നതാണ് ഇനി പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അന്ത്യോക്യ സഭയെ എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു? രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ, 13:2 വായിച്ചാ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ശ്രദ്ധിച്ചേ, അന്ത്യോക്യയിലെ സഭയെ എന്തിന് ദൈവം ഉപയോഗിച്ചു? 2 പദങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന് വിളി, 2 വേർതിരിവ്. അന്ത്യോക്യയിലെ സഭയെ ദൈവം ഉപയോഗിച്ചത് വിളിക്കാനല്ല. അന്ത്യോക്യയിലെ സഭയെ ദൈവം ഉപയോഗിച്ചത് വിളിച്ചവരെ എന്തിനു വിളിച്ചോ അതിനെക്കുറിച്ചുള്ള ബോധ്യം കൊടുത്ത് അവരെ മുമ്പോട്ട് വീക്കുക. എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? എനിക്കറിയാം എല്ലാവർക്കും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ എത്ര സിമ്പിളാക്കാം അത്ര സിമ്പിളാക്കുക. സ്തോത്രം. അന്ത്യോക്യയിലെ സഭയെ ദൈവം ഉപയോഗിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വിളിച്ചവരെ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, ആ വാക്യം മാത്രം വായിച്ചേ. വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട്, വിളിച്ചിരിക്കുന്ന, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ. അപ്പൊ എന്തിനാ വിളിച്ചേ? എന്തിനോ കാര്യത്തിന് വേണ്ടിയാ വിളിച്ചേ. എന്തിനു വിളിച്ചോ അതിലേക്ക് ഇവരെ നയിക്കാൻ അന്ത്യോക്യ സഭയെ കർത്താവ് ഉപയോഗിച്ചു. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ശൗൽ. ഇവിടെ വിളിച്ചിരിക്കുന്ന വേലക്കായി വേർതിരിച്ചവരിൽ ഒരാളാണ് ആര്? ശൗൽ. ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ കർത്താവ് വിളിച്ചു. ശൗൽ എന്നു പേരുള്ള മനുഷ്യനെ കർത്താവ് വിളിച്ചത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്. ശൗലുള്ള എന്നു പേരുള്ള മനുഷ്യനെ കർത്താവ് വിളിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിലാണ്. 9-ാമത്തെ അധ്യായത്തിൽ ദമസ്കോസിൽ ഈ മാർഗക്കാരെ ഇല്ലാതാക്കാൻ പുറപ്പെട്ട ശൗലിനെ താനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവ് വിളിക്കുക. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവ് വിളിച്ചു.
കർത്താവിന്റെ വിളിക്ക് മുമ്പിൽ ശൗൽ മുട്ടുകുത്തി സമർപ്പിക്കപ്പെട്ടു. ആ വിളിക്കകത്തുകൂടെ ശൗലിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ 9-ാം അധ്യായത്തിലുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. വിളിക്കപ്പെട്ട ശൗലിന് ലഭിച്ച അനുഗ്രഹങ്ങൾ 9-ാം അധ്യായത്തിലുണ്ട്. വായിപ്പിച്ചു പോകാൻ സമയമില്ല, പറഞ്ഞു വിടാം. 1, രക്ഷ വിളിക്കകത്ത് കിട്ടിയതാണ്. സ്നാനം 9-ാം അധ്യായത്തിൽ നടന്നു. അനന്യാസ് ഒരു പ്രവാചകനെ അയച്ച് ദൂത് പറയുന്നു ഭാവിയെക്കുറിച്ച്. 9-ാം അധ്യായത്തിൽ നടന്നു. കാഴ്ച പോയ ആ മനുഷ്യന് കാഴ്ച കിട്ടി, രോഗസൗഖ്യം കിട്ടി. 9-ാം അധ്യായത്തിൽ നടക്കുന്നു. ഇതെല്ലാം വിളിയുമായി ബന്ധപ്പെട്ട് നടന്ന വിടുതല. എന്റെ കൂടെ വന്നാട്ടെ. സ്തോത്രം. ശൗലിനെ കർത്താവ് വിളിച്ചു. ആ വിളിക്കകത്ത് ശൗലിന്റെ രക്ഷ, ശൗലിന്റെ സ്നാനം, ശൗൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, ശൗലിന് പ്രവചനം കിട്ടുന്നു, ശൗലിന് രോഗസൗഖ്യം കിട്ടുന്നു. ഇന്നിയത്യാദി വിടുതലുകളെല്ലാം ശൗലിന് ലഭിക്കുന്നത് വിളിയുമായി ബന്ധപ്പെട്ട വിഷയത്തില. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ വിളിക്കപ്പെട്ട ശൗലിന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട വിടുതലുകളാണ് 9-ാം അധ്യായത്തിൽ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. സ്തോത്രം പറഞ്ഞാട്ടെ, ശക്തമായി രാമൻ പറഞ്ഞാട്ടെ. എന്നാൽ അന്ത്യോക്യയിലെ സഭയെ ഉപയോഗിച്ചത് വിളിക്കകത്ത് മാത്രം ഈ മനുഷ്യൻ ഒതുങ്ങാനല്ല. എന്തല്ല? വിളിക്കകത്ത് മാത്രം ഈ മനുഷ്യൻ ഒതുങ്ങാനല്ല. എന്തുകൊണ്ട് എഴുന്നിട്ട് പോവാ, ഊട്ടിക്കിട്ട് എടുത്തിട്ട് പോവാ. ഇച്ചിരി നേരം ഒന്ന് നിർത്തിക്കോട്ടെ. ബൈബിളൊക്കെ കൊണ്ടുവച്ചു. സ്വത്രം നിൽക്കാലോ 10 മിനിറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. ശൗൽ എന്നു പേരുള്ള മനുഷ്യനെ 9-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വിളിച്ചു. വിളിക്കകത്ത് എന്തുണ്ട്? ഇവന്റെ രക്ഷയുണ്ടായിരുന്നു, ഇവന്റെ സ്നാനം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പിന്നെ ഇവന് രോഗസൗഖ്യം കിട്ടി, പ്രവചന ദൂത് കിട്ടി, അനന്യാസിന്റെ കൈവ. ഇതെല്ലാം 9-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. 9-ാം അധ്യായത്തിൽ ഈ പറഞ്ഞതെല്ലാം കിട്ടി. ഒരാമയും പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മൾ അന്ത്യോക്യയിലെ സഭയെ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാ? ഇവൻ വിളിക്കകത്ത് നിന്നാ പോരാ, ഇവൻ വേർതിരിക്കപ്പെടണം. മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടാ പോരാ, സ്നാനപ്പെട്ടാ പോരാ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാ പോരാ, പ്രവചനം കേട്ടാ പോരാ. ഇതെല്ലാം 9-ാം അധ്യായത്തിലാ. രോഗസൗഖ്യം കിട്ടിയാ പോരാ. ഒരാമേ പറഞ്ഞാട്ടെ. പോരാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് വേണമെന്ന. കേട്ടോ? രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇതെല്ലാം നീ ചെയ്യണം. പക്ഷെ അത് മാത്രം പോരാ. ഇതെല്ലാം ചെയ്ത ഒരു മനുഷ്യനാണ് ആര്? ശൗൽ. ഈ ശൗലിനെയാണ് ബർണബാസ് അന്വേഷിച്ചു പോയത്. ഒരാമേ പറഞ്ഞാട്ടെ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല, എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല. ഈ മനുഷ്യനെയാണ് ബർണബാസ് എന്ത് ചെയ്തത്? അന്വേഷിച്ചു പോയത്. എന്തിനാ അന്വേഷിച്ചു പോയത്? വിളിക്കകത്തുള്ളവനായി ഇവൻ. വിളിക്കകത്തുള്ളവൻ ഇപ്പൊ തർസോസിൽ കിടന്ന് കറങ്ങുക. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? വിളിക്കകത്തുള്ളവൻ തർസോസിൽ കിടന്ന് കറങ്ങുക. ഇവനോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ സ്നാനപ്പെട്ടവനാ, ഞാൻ ദൂത് കേട്ടവനാ, ഇതെല്ലാം ഞാൻ കേട്ടവനാ. 9-ാം അധ്യായത്തിലെ സകല വിടുതലും പ്രാപിച്ച ശൗല് ഇപ്പോൾ തർസോസിൽ കിടന്ന് കറങ്ങുക. പക്ഷെ ദൈവം ബർണബാസിനെ ഉപയോഗിച്ചത് എന്തിനെന്നറിയാമോ? ഇവൻ വിളിക്കകത്ത് നിന്നാ പോരാ, ഇവനെ അടുത്തൊരു തലത്തിലേക്ക് ദൈവത്തിന് വേർതിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ഇനി നിങ്ങൾ കേട്ടെ. ഈ ശൗലിനെ 9-ാം അധ്യായത്തിൽ കർത്താവ് വിളിക്കുന്നത് അവൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴല്ല. ആണോ? എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? 9-ാം അധ്യായത്തിൽ ശൗലിനെ കർത്താവ് വിളിക്കുന്നത് അവൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അല്ല. സ്തോത്രം. അവൻ രക്ഷയിലേക്കും ഈ പറയപ്പെട്ട ആത്മീക ഭൗതിക അനുഗ്രഹത്തിലേക്കും എത്തിയത് അവൻ ഫാസ്റ്റും പ്രാൻ ഇരിക്കുമ്പോഴല്ല. എന്നാൽ വിളിക്കപ്പെട്ട ശൗലിനെ ദൈവം വേർതിരിക്കേണ്ടതിന് അവനെ ഒരു ഉപവാസ പ്രാർത്ഥന കൊണ്ടിരുത്തി. നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്വത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, വിളിക്ക് നിങ്ങൾ വില കൊടുക്കണ്ട, പക്ഷെ വേർതിരിക്കപ്പെടണമെങ്കിൽ ഞാൻ വില കൊടുക്കണം. കട്ടിയാണോ പാസ്റ്റർ? എനിക്കറിയത്തില്ല. കട്ടിയാണോ?
അല്ല, അവൻ വിളിക്ക്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിളിക്ക്. നിങ്ങൾ ആരും എന്ത് ചെയ്തില്ല, നിങ്ങൾ നിന്ന സ്പോട്ടിലേക്ക് യേശു വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക. സ്തോത്രം. പക്ഷെ വിളിക്കകത്ത് മാത്രം ഒതുങ്ങരുത്. വിളിക്ക് നിങ്ങൾ വില കൊടുത്തില്ല. എന്നാൽ അടുത്ത തലത്തിലോട്ട് നിങ്ങൾ മാറണമെങ്കിൽ വില കൊടുത്തേ പറ്റൂ. ഓ, രക്തത്താൽ ജയമെടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ശൗലിനെ ബർന്നബാസ് കൊണ്ടുവന്നിരുത്തുമ്പോൾ ശൗല് ചോദിച്ചു കാണും, അച്ഛാ എന്തിനാ അച്ഛാ എന്നെ ഉപവാസ പ്രാർത്ഥനയെ കൊണ്ടുവന്നിരുത്തിയത്? അവൻ ബർന്നബാസ് പറയും, എന്റെ പൊന്നു പറഞ്ഞത് എനിക്കും അറിയത്തില്ല എന്തിനു വേണ്ടി ആ ഉപവാസ പ്രാർത്ഥന നടത്തിയെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ അറിയാവുന്ന ദൈവത്തിന് അറിയാം എന്തിനാ നിന്നെ യോഗത്തിനകത്തേക്ക് എന്റെ ദൈവം കൊണ്ടുവന്നിരുത്തിയെന്ന്. രാമേ പറ. ആത്മാവിനോട് വെളിപ്പാട് പറയുന്നത് കേട്ടോ. ഉപവാസവും പ്രാർത്ഥനയും ആരാധനയുള്ള ഒരു സഭയിലേക്ക് നിന്നെ അവൻ അംഗമായി കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു പ്രത്യേക ഉദ്ദേശം എന്റെ ദൈവത്തിന് തലമുറയിൽ നിന്നിലൂടെ ചെയ്യാനുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. നെഞ്ചുപൊട്ടി പ്രസംഗിക്കുക. മൂന്നാമത്തെ പ്രസംഗമോ, ഇനി നാലാമത്തെ പ്രസംഗത്തിലൂടെ പോകുക. സമയമില്ല എനിക്ക്. സ്തോത്രം. കൂടെ നിങ്ങൾ വരണം. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചോ നിങ്ങൾ. ഉപവാസവും പ്രാർത്ഥനയും ആരാധനയുള്ള സഭയിൽ അംഗമാകാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അല്ല, പേരും നാളും വിളിച്ചു പറയുന്നവൻ അടുത്ത് പോകുന്നതൊന്നും അല്ലെന്ന് മനസ്സിലാകുന്നുണ്ടോ? വണ്ടി നമ്പർ പറയുന്നവരുടെ അടുത്തൊന്നും പോകുന്നതൊന്നും അല്ല ഏറ്റവും വലിയ അനുഗ്രഹം. 10,000 കൂടുന്നിടത്ത് പോകുന്നതൊന്നും അല്ല ഏറ്റവും വലിയ അനുഗ്രഹം. ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും ഉള്ളിടത്ത് നിനക്ക് അംഗമാകാൻ കഴിഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെട്ടു. രാമൻ പറ. ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? നാട്ടിലൊക്കെ ചെന്ന് പുതുതായിട്ടൊക്കെ ഇവിടെ വിശ്വാസത്തിൽ നാട്ടിലൊക്കെ ചെന്ന് ആരാധിക്കാൻ ഒരു ചർച്ചിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു 10 പ്രാവശ്യം ആലോചിക്കണം. എന്നിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കാവൂ. എവിടെങ്കിലും ചെന്ന് തല വെച്ച് കൊടുക്കരുത്. ഒരാമേ പറഞ്ഞാട്ടെ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുക. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല, കർത്താവിനോട് വളരെ ശക്തമായൊരു ദൂത കൈമാറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും ഈ സഭയ്ക്കകത്ത് നടന്നില്ലെങ്കിലും ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും ഉണ്ടെങ്കിൽ ആത്മാവിനോട് പറയുന്നു, അവൻ വിളിക്കപ്പെട്ട ചില ശൗലമാരെ വിളിച്ച വേലയ്ക്ക് വേണ്ടി എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുക. അവൻ പദ്ധതി ഒരുക്കുന്ന ഒരു സഭയാണിതെന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, വ്യക്തിപരമായി ശൗൽ ഉൾപ്പെടുന്ന വിളിക്കപ്പെട്ടവരെ വ്യക്തിപരമായി ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വേണ്ടി ഒരുക്കിയെടുത്തതാ അന്ത്യോക്യയിലെ സഭ. ഉടനാവട്ടം ലോഗോ സെർച്ച് തുടങ്ങിയിട്ട് 4-5 വർഷമേ ആയുള്ളൂ. പുതിയ ആൾക്കാർ അവരൊക്കെ 21 എത്രയെന്ന് അവരോട് ചോദിച്ചാൽ മതി. ഓത്രം പലരും എന്നോട് പറഞ്ഞില്ല, പലരോടും പറഞ്ഞു, ഇന്നിപ്പോ എന്തു ഇത് എന്നും ഉപവാസ, നമ്മൾ ചാവാറായിടേ, എന്നും ഉപവാസം, നമ്മൾ ചാവാറായത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയോ? എൻ്റെ ഉപവാസം കൊണ്ട് ഇവർ രക്ഷപ്പെടത്തില്ല. ഇവർ ഉപവസിക്കണം, ഇവരാരാധിക്കണം, ഇവർ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ദൈവം ശൗലിനെ കൊണ്ടുവന്നിട്ടിരിക്കുക. സ്തോത്രം. കേട്ടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് വിളിയുള്ളവനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? കേട്ടില്ല? അവരൊക്കെ പറ. വേർതിരിക്കുന്നത്. വിളിയുള്ളവനെ വേർതിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ 13-ാമത്തെ അധ്യായത്തിൽ പോലെ 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴാണ് സഭ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുന്നത്. അവിടെ മുതൽ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുക. ചരിത്രപരമായി പഠിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ മുതലാണ് ഭൂമിയുടെ അറ്റത്തോളം സഭ എന്ത് ചെയ്യുന്നത്. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് ആര്? പൗലോസ്. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുക. യെരുശലേം, യഹൂദിയ, ശമരിയ അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്തായി? ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിന് ശേഷമാണ് സഭകളുടെ ഉടലെടുക്കാൻ തുടങ്ങിയത്. 13-ാം അധ്യായത്തിൽ ഗലാത്യ സഭ, 16-ാമത്തെ അധ്യായത്തിൽ എഫെസോസ് സഭ, 17-ാമത്തെ അധ്യായത്തിൽ തെസ്സലോനിക്ക സഭ,
18-ാമത്തെ അധ്യായത്തിൽ ആമേൻ ഫിലിപ്പിയ സഭ, 19-ാം അധ്യായത്തിൽ കൊരിന്ത്, ഈ സഭകളെല്ലാം ഉടലെടുത്തത് ഈ 13-ന് ശേഷമാണ്. എന്റെ കൂടെ വരുന്നുണ്ടോ? തിമത്തിയോസുമാരും തീത്തോസുമാരും എല്ലാം ജനിച്ചത് ഈ 13-ന് ശേഷമാണ്. എന്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ ഇച്ചിരി പാടാ, എങ്കിലും ഒന്ന് ശ്രമിക്കാം. ശ്രദ്ധിച്ചേ, വിളിയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വേർതിരിവിലേക്ക് ശൗൽ മാറിയപ്പോ ഇവനിലൂടെ സഭകൾ ജനിക്കാൻ തുടങ്ങി. ഇവനിലൂടെ തിമത്തിയോസുമാരും തീത്തോസുമാരും ജനിക്കാൻ തുടങ്ങി. മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഈ വിളിക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മുടെ വിടുതൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? വിളിക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ, ഈ ബ്രദർ വിളിക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ബ്രദറിന്റെ വിടുതൽ മാത്രമേ ഉള്ളൂ. രക്ഷ, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ്, പ്രവചനം, വിടുതൽ. ഈ മനുഷ്യന്റെ വിടുതൽ മാത്രമേ വിളിക്കകത്തുള്ളൂ. പക്ഷെ വിളിയിൽ നിന്ന് വേർതിരിവിലേക്ക് എത്തിയാൽ ഈ മനുഷ്യന്റെ വിടുതൽ മാത്രമല്ല, ഇവനിലൂടെ സഭകൾ ജനിക്കും. എത്ര പേർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിലെ വേർതിരിവ് ഏകദേശം 4ഓളം വേർതിരിവുണ്ട്. ഒന്നാമത്തെ പൗലോസിന്റെ ജീവിതത്തിലെ വേർതിരിവ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യത്തിനകത്തുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ എന്നെ എന്ത് ചെയ്തു? വേർതിരിച്ചു. ഒന്നാമത്തെ വേർതിരിവ് ലോകസ്ഥാപനത്തിന് മുൻപ്. ഗലാത്യ ലേഖനം 1-13 വാക്യത്തിൽ വായിക്കുന്നു: ജനനം മുതൽ എന്നെ വേർതിരിച്ചു. രണ്ടാമത്തെ വേർതിരിവ് ജനനം മുതൽ. മൂന്നാമത്തെ വേർതിരിവ് മാനസാന്തര സമയത്താണ്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്. മാനസാന്തര സമയത്ത് തന്നെ വേർതിരിക്കുന്നു, മാനസാന്തരത്തിന് വേണ്ടി. അടുത്ത വേർതിരിവ് വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് തന്നെ ലോകസ്ഥാപനത്തിന് മുൻപേ ജനനം മുതൽ മാനസാന്തരത്തിനായി. ഈ വേർതിരിവെല്ലാം കർത്താവ് നടത്തി ഇവിടം വരെ കൊണ്ടുവന്നത് 4-ാമത്തെ വേർതിരിവിനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അബോർഷനായി പോകേണ്ട നിന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? രക്തത്താൽ ജയമെടുക്കുക. വണ്ടി ഇടിച്ച് ചാകേണ്ട നിന്നെ, ആയുസ്സിന്റെ മധ്യത്തിൽ തകർത്തുകളെ നോക്കി നിന്നെ അവൻ ദൈവം അവൻ ഉദ്ധരിച്ച് കൊണ്ടുവന്ന് അവൻ വിടിവിച്ച് നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ച 4-ാമത്തെ ഒരു വേർതിരിവ് എന്റെ ദൈവത്തിന് നിങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറ. ശ്രദ്ധിച്ചേ, വിളി കേട്ട വിളിക്കകത്ത് നിന്ന് ശൗലെന്ന പേരുള്ള മനുഷ്യനെ വിളിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവനെ കൈവച്ച് എന്ത് ചെയ്യുക? ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയാണ്. പെട്ടെന്ന് പറയാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം, 2 വാക്യങ്ങൾ പെട്ടെന്ന് എടുത്ത് വായിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2-ാം അധ്യായം 2 രാജാക്കന്മാർ 2-ന്റെ 9-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. 1 രാജാക്കന്മാർ 19-ാമത്തെ വാക്യം മുതൽ 2 രാജാക്കന്മാർ 2-ന്റെ 9-ാം വാക്യം വായിച്ചു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശായെ കണ്ടെത്തി. അവൻ 12 ഏർകാളപ്പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അവിടെ ഒരു പുതപ്പിനെ കാണാം. ഏലിയാവ് ഏലീശമേലിട്ട ഈ പുതപ്പ് വീട് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, 12 കാളയെ ഒഴിവിച്ചുകൊണ്ട് നിന്നപ്പോൾ കാളയെ വിട്ട് ആരുടെ പിന്നാലെ അനുഗമിച്ചു? ഏലിയാവിന്റെ പിന്നാലെ അനുഗമിച്ചു. 2 രാജാക്കന്മാർ 2-ന്റെ 9. വായിച്ചോ.
ഉം. 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 അയ്യോ. ആ ആ വീണ പുതപ്പ്. രണ്ട് പുതപ്പിനെ കുറിച്ച് രാജാക്കന്മാർ പുസ്തകത്തിലുണ്ട്. ഒന്ന് രാജാക്കന്മാർ 19:19 ഒരു പുതപ്പ്, 2 രാജാക്കന്മാർ 2:9 വാക്യത്തിൽ രണ്ടാമത്തെ പുതപ്പ്. ഈ രണ്ട് പുതപ്പും ഏലിയാവിൽ നിന്ന് വീഴുകയാണ്. ഈ രണ്ട് പുതപ്പിന് ഒത്തിരി വ്യത്യാസമുണ്ട്. രണ്ടും അഭിഷേകത്തിന്റെ പുതപ്പല്ല. ഒന്നാമത്തെ പുതപ്പ് 1 രാജാക്കന്മാർ 19:19 ഏലിശയുടെ മേൽ വീണ പുതപ്പ് ഒരു വിളിയുടെ പുതപ്പാണ്. അവനെ കർത്താവ് വിളിക്കുകയാണ്. ലോകത്തിന്റെ വയലിൽ നിന്നവനെ കർത്താവ് വിളിച്ചു. ആരെ അനുഗമിക്കുന്നവനാക്കി? ഏലിയാവിനെ അനുഗമിക്കുന്നവനാക്കി. വിളിയുടെ പുതപ്പാണ്. 2 രാജാക്കന്മാർ 2:9 വാക്യം മുതലുള്ള ഭാഗത്ത് ഏലിശയുടെ മേൽ വീണത് വേർതിരിവിന്റെ പുതപ്പാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്തോ പുതപ്പാണ്? വിളിച്ചിരിക്കുന്ന വേലക്കായിട്ടുള്ള വേർതിരിവിന്റെ പുതപ്പാണ്. നല്ലൊരാമേൻ പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ പുതപ്പ് വിളിയുടെ പുതപ്പ്. ഒന്നാമത്തെ പുതപ്പ് വിളിയുടെ പുതപ്പ്. ഒന്നാമത്തെ പുതപ്പ് വിളിയുടെ പുതപ്പ്. ഈ കർച്ചീഫിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോട്ടോ. ഒന്നാമത്തെ പുതപ്പ് വിളിയുടെ പുതപ്പാണ്. വിളിയുടെ പുതപ്പ്. ശ്രദ്ധിച്ചു കേൾക്കുക. വിളിയുടെ പുതപ്പ് ഈ മനുഷ്യന്റെ മേൽ വീണപ്പോൾ അവൻ 12 കാളയും കലപ്പയും എല്ലാം വിട്ട് പള്ളിയും പട്ടവും പൗരോഹിത്യവും പാരമ്പര്യവും ജാതിയും മതവും എല്ലാം വിട്ടിട്ട് ഇപ്പോൾ ഈ മനുഷ്യൻ ആരുടെ പുറകെ കൂടി? ഏലിയാവിന്റെ പുറകെ കൂടി. കാണുന്നവർക്കെല്ലാം ഇത് മണ്ടത്തരം, കാണുന്നവർക്കെല്ലാം ഇത് പൊട്ടത്തരം, കാണുന്നവർക്കെല്ലാം അവൻ ഇത് പോഷത്തരമാണെന്ന് തോന്നുന്ന പ്രവൃത്തി. ഒന്നാമത്തെ പുതപ്പ് വീണവൻ. ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി രണ്ടാമത്തെ പുതപ്പ്. സ്തോത്രം. രണ്ടാമത്തെ പുതപ്പ് ഇവന്റെ മേൽ വീണപ്പോൾ സംഭവിച്ചത് എന്തെന്നറിയാമോ? എന്തിനു വേണ്ടിയാണോ ഒന്നാമത്തെ പുതപ്പ് വീണത് അതിനു വേണ്ടിയുള്ള ഒരു വേർതിരിവാണ് രണ്ടാമത്തെ പുതപ്പിലൂടെ ഇവന്റെ മേൽ ദൈവം കൈമാറിയത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇനി ഒന്നാമത്തെ പുതപ്പ് വിളിയുടെ പുതപ്പ്. ഇവന്റെ മേൽ വീഴാൻ ഏലിശ ഒരു വിലയും കൊടുത്തില്ല. ഏലിശ നിന്ന സ്പോട്ടിൽ ഏലിയാവ് കൊണ്ട് ഈ പുതപ്പ് ഇട്ടു. രണ്ടാമത്തെ പുതപ്പ് ഏലിശയുടെ മേൽ വീഴാൻ അവൻ കാത്തു നിന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവൻ കാത്തു നിന്നു. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടതുകൊണ്ട് അവസാനിപ്പിക്കരുത്. കാത്തു നിൽക്കാൻ തയ്യാറായാൽ രണ്ടാമത്തതൊന്ന് ദൈവം നിന്റെ മേൽ ഇന്ന് പകൽ ഇടാൻ തയ്യാറാകും. അതിനകത്ത് ചില പുത്തൻ നിയോഗങ്ങളുണ്ട്, ചില പുതിയ ശുശ്രൂഷകളുണ്ട്, ചില പുതിയ അനുഭവങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്നവർ ദൈവത്തിന് ആമേൻ പറയാം. എല്ലാവരും എഴുന്നേറ്റാട്ടെ, പ്രാർത്ഥിക്കാം. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ വിളിയും നിന്ന് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി കർത്താവ് നമ്മൾ ഇന്ന് പകൽ വേർതിരിക്കുവാൻ ഈ പകൽ ആഗ്രഹിക്കുകയാ. കരങ്ങൾ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുക. അവൻ ഒന്നാമത്തെ പുതപ്പ് വിളിയുടെ പുതപ്പ്. ഈ വിളിയുടെ പുതപ്പ് വലിയ പ്രശ്നമാണ്. എന്താ വിളിയുടെ പുതപ്പ്? വിളിയുടെ പുതപ്പ് വീട് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന മുതലെല്ലാം പോയി. എന്തോ പോയി? 12 കാള ഉണ്ടായിരുന്നു. ഇപ്പൊ 12 കാളയും പോയി, നിലവും പോയി, എല്ലാ കലപ്പയും പോയി, എല്ലാം പോയി. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ പുതപ്പ് വിളിയുടെ പുതപ്പ് വീട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് ദൈവാത്മാവ് ഞാൻ പറയുകയാണ്, അവർ യേശുവിനെ അവർ അറിയാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ പലതും നിനക്ക് നഷ്ടപ്പെട്ട് കാണാം. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ രക്തബന്ധങ്ങളോ കുടുംബങ്ങളോ അങ്ങനെ പലതും ജീവിതത്തിൽ നിനക്ക് നഷ്ടമായി കാണാം. ഭാരപ്പെടേണ്ട. ഇത് ഈ പുതപ്പിന്റെ ഒരു ഭാഗമാണിത്. എന്നാൽ ദൂതികൾക്ക് രണ്ടാമത്തെ പുതപ്പ് വിളിച്ചിരിക്കുന്ന വേലക്കായിട്ടുള്ള പുതപ്പ്. ഹല്ലേലൂയ. അവൻ ഈ പുതപ്പ് വീട് കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പുതപ്പ് വീട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് കിട്ടിയത് ഒന്നാമത്തെ പുതപ്പ് വീണപ്പോൾ നഷ്ടപ്പെടുത്തിയത് എന്താണോ അതിനേക്കാൾ വിലയുള്ളത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? എനിക്കറിയാം മനസ്സിലായില്ലെന്നറിയാം. മനസ്സിലായാൽ ഇപ്പൊ പുള്ളി മേളിച്ചെന്നെ നിങ്ങൾ രക്തത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നാമത്തെ വിളിയുടെ പുതപ്പ് വീണപ്പോൾ എത്ര കാലം നഷ്ടപ്പെട്ടു? പറ. രണ്ടാമത്തെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ടുള്ള വേർതിരിവിന്റെ പുതപ്പ് വീണപ്പോൾ തമ്പുരാൻ ചോദിക്കുക,
പറ, ഞാൻ എടുത്തു പുറപ്പെടുന്നതിന് നിനക്ക് എന്താണ് ആവശ്യം? നമ്മളെന്താ പറഞ്ഞത്? ഞാനായിരുന്നു ഈ പറഞ്ഞേനെ. എൻ്റെ പൊന്നു കർത്താവ്, അന്ന് 10 വർഷത്തിന് മുമ്പ് പെന്തക്കോസ്തി വന്നപ്പോൾ 12 പേർക്ക് ആളരിച്ച് പോയത്. എനിക്ക് 24 തിരിച്ചുക. 12 പോയത്. എനിക്ക് എത്ര തിരിച്ചണം? എനിക്ക് എല്ലാ റൂമിൽ ഒന്ന് കാണിക്കണം. അത് 26 ഒന്ന് എനിക്ക് കാണിക്കണം. രാമൻ പറഞ്ഞാട്ടെ, 24 പേർക്ക് ആൾ തിരിച്ചു വരാൻ നമ്മൾ പറഞ്ഞേനെ. ഏലീശ പറയുകയാണ്, എനിക്ക് 24 വേണ്ട, 48 വേണ്ട. മനസ്സിലാക്കുന്നുണ്ടോ? ഏലീശ പറയും, എനിക്ക് 24 വേണം, 48 വേണ്ട. അവ എൻ്റെ ഗുരുനാഥന്റെ മേൽ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ പുതപ്പെന്റെ മേൽ ഇന്ന് പകൽക്കാലം ഒന്ന് വീണാൽ മതി. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം പറയുക. അടജല ഭീമല ഭൗഷസിഹ. ഇന്ന് പകൽ അവരോട് പറയുക, ഇതിനകത്ത് അങ്ങനെ ഒരു നിയോഗത്തെ പരിശുദ്ധയാത്മാവ് അവ കൈമാറാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ കരം ഇപ്പോൾ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവിന്റെ കരം ഇതിനകത്ത് ഉലാത്തിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചേ, ശക്തമായി പ്രാർത്ഥിച്ചേ, ശക്തമായി പ്രാർത്ഥിച്ചേ. നിന്നെ വിളിക്കക തോന്നിക്കത്തില്ല, നിന്നെ വിളിക്കക തോന്നിക്കത്തില്ല, നിന്നെ വിളിക്കക തോന്നിക്കത്തില്ല. വിളിച്ച ദൈവം നിന്നെ ഇത് പകരില്ല. ഇതാ വേർതിരിക്കാൻ പോകുക, ഇതാ വേർതിരിക്കാൻ പോകുക. The mighty presence, Lord. The mighty presence, Lord. The mighty presence, Lord. The mighty presence, Lord. ഇന്ന് പകൽ ദൈവത്തോട് പറയുകയാണ്, പൗലോസേ, നീ വിളിക്കപ്പെട്ടപ്പോൾ നിനക്ക് തർസോസ് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, രക്തബന്ധം നഷ്ടപ്പെട്ടു, പലതും നീ ചേരുമെന്നെണ്ണി. പക്ഷെ ഇന്ന് മകൻ ആത്മ പറയുകയാണ്, വിളിക്കപ്പെട്ട നീ വേർതിരിക്കപ്പെടുമ്പോൾ ഭൂഖണ്ഡങ്ങളെ പിടിക്കാനുള്ള ഒരു ശക്തമായ അഭിഷേകത്തെ ആ ആത്മാവ് നിന്റെ മേൽ എറിയുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ആര് കാഴ്ചക്കാരായി നിൽക്കരുത്. ദൈവം ചിലത് ചെയ്യുന്നുണ്ട്. The mighty presence. യേശു ചിലത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. യേശു ചിലത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. യേശു ചിലത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ആര് കണ്ണു തുറന്നു നിൽക്കരുത്. ആ കണ്ണുകൾ അടച്ച്, കണ്ണുകൾ അടച്ച്, കണ്ണുകൾ അടച്ച് ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്ത്. ആവെ കണ്ണുകൾ അടച്ച് തല താഴ്ത്തി നിൽക്കാതെ തല ഉയരത്ത്, സ്വർഗത്തിലേക്ക് ഉയർത്ത്, സ്വർഗത്തിലേക്ക് ഉയർത്ത്. 2 കരകൾ ഉയരത്തിലേക്ക് മലർത്തി പിടിക്ക്, 2 കരകൾ ഉയരത്തിലേക്ക് മലർത്തി പിടിക്ക്. ഇന്ന് പകൽ പറ, കർത്താവേ, ആവെ കർത്താവേ, ഒരു വേർതിരിവിന്റെ പുതപ്പിനെ എന്റെ മേൽ ഇന്ന് പകൽ ഇടണമെന്ന് പറ, ഇടണമെന്ന് പറ. യേശുവിൻ അവൻ ഈ ഓഡിറ്റോറിയം മുഴുവൻ ദൈവ മഹത്വം കൊണ്ട് നിറയുന്നു ഞാൻ കാണുകയാ. ഈ ഓഡിറ്റോറിയം മുഴുവൻ ഗ്ലോറി കൊണ്ട് നിറയുന്നു. സഹോദരന്മാരുടെ ഭാഗത്ത് ഒരു ഭയങ്കര വ്യാപാരം, ഈ ഭാഗത്ത് ഒരു ഭയങ്കര ദൈവ തേജസ് വ്യാപരിക്ക് ഞാൻ കാണുകയാ. യേശുവിന്റെ നാമത്തില് ആത്മാവ് ചില സഹോദരന്മാരെ ഇന്ന് പകൽ പ്രത്യേകമായ അവ വേലയ്ക്കായി വേർതിരിക്കാൻ പോകുക. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ പകൽ യേശുവിൻ നാമത്തിൽ, 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 യേശുവിൻ നാമത്തിൽ. അങ്ങനെ നീ ഇവിടെ വന്നതല്ല, കർത്താവ് നിന്നെ കൊണ്ടുവന്നതാണ്. നിന്റെ ജീവിതത്തെ ഞാൻ പണിതെടുക്കാൻ, നശിപ്പിച്ച് മണ്ണിലേക്ക് നിന്നെ വലിച്ചടിപ്പിച്ച് മരണത്തിലേക്ക് നിന്നെ വലിച്ചടിപ്പിക്കുന്ന ഒരു സംഹാരക ശക്തി നിന്റെ ആയുസ്സിനെ വെട്ടിക്കുറച്ച് ഉടമനാധികൾ ആക്സിഡന്റ് പറ്റി രക്തമൊഴുക്കി നാട്ടിലേക്ക് നിന്റെ ജീവനില്ലാത്ത ശരീരത്തെ കൊണ്ടുപോകാൻ അന്യായ ബന്ധനങ്ങൾ കെട്ടിവെച്ച്
നിന്നെ പലതിനകത്തും അഡിക്റ്റാക്കി ഒതുക്കി വെച്ച ചില കെട്ടുകളുണ്ട്. ഇന്ന് ഈ പ്രസൻസിന്റെ നടുവിൽ ദൈവം അതിനെ അറുത്തു മാറ്റും. യേശുവിൻ നാമത്തിൽ ശിവരഘടകസ് ദീപലഘടകസിയാന അടകജല ഘടകതര ഹതരഘടകസിയ അൽക്കരം ദരക്ഷലം നിരകട്ടി വേരികട്ടി അമ്പൽ കമ്പൽ കൈടം ഭക്ഷകം പരമ്പരം ജാരികട്ടി അടകതരക തിരികടക സമ്പൽ പൗഡഭക്ഷസിയ. ബ്രദർ, ദൈവം നിങ്ങളോട് പറയുന്നു, ദേശം വിടും, ഈ ദേശം വിടും. ദൈവം ചില മേഖലകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ ചില നിവർത്തികൾക്കായി പരിശുദ്ധാത്മാവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന ദിനങ്ങൾ ഒത്തിരി വൈകത്തിലും ദൈവാത്മാவோട് ദൂത് പറയുകയാണ്. അരമുറുക്കിക്കോ, ചെരിപ്പിട്ടുകൊള്ളുക. ദൈവത്തിന് ചില പ്രത്യേക പദ്ധതികളുടെ വാതിലുകൾ നിന്നുവിൽ തുറക്കപ്പെടുമെന്ന് ആത്മാവിനോട് ശക്തമായി ആലോചന പറയാൻ പറയുന്നു. ഭൂഖണ്ഡങ്ങളിൽ കാലുവെക്കാനുള്ള ദൈവിക പദ്ധതികളെ ആത്മാവ് നിന്റെ മുമ്പിൽ തുറക്കുമെന്ന് ആത്മാവിനോട് വളരെ ശക്തമായി ദൂത് പറയാൻ പറയുന്നു. ഇന്ന് പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? ആരാധനയ്ക്ക് കോംപ്രമൈസ് ഇല്ല ഷാജി പാസ്റ്ററെ, പ്രാർത്ഥനയ്ക്ക് കോംപ്രമൈസ് ഇല്ല, ഉപവാസത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇതിലൊന്നും കോംപ്രമൈസ് ഇല്ലാത്തൊരു സഭയായി തീരുവാൻ, അന്ത്യോക്യ സഭയായി മാറാൻ കർത്താവ് സ്വപ്നം കാണുന്നു. ദൈവം വിളിച്ചതിനെ ഇതിനകത്ത് ദൈവം കൊണ്ടുവന്നിരുത്താം. അന്ത്യോക്യ സഭയായി മാറിയാൽ ദൈവാത്മാവരോട് പറയുന്നു, ഒത്തിരി തിമത്തിയോസുമാര് ജനിക്കും. എഴുതി വെച്ചോ, ബ്രാഞ്ച് സഭകൾ വളരെ വേഗത്തിൽ തുടക്കം കുറിക്കാൻ പരിശുദ്ധാത്മാവ് ചില ദേശങ്ങളിലേക്ക് വാതിലുകൾ ഒരുക്കും. അതനാ വൈഷസിയാന അമ്പൽ പൗഡഭക്ഷസിയാന യേശുവൻ നാമത്തിൽ അങ്ങനെ ചില ഇടങ്ങളിലേക്ക് ദൈവം ഈ സഭയെ ചലിക്കുന്ന സഭ, യാത്ര ചെയ്ത സഭ, രക്തത്താൽ സ്റ്റാർട്ടിങ് ഇവിടുന്ന് ആയിക്കോട്ടെ, ഇവിടുന്ന് ആയിക്കോട്ടെ, രക്തത്താൽ ജയമെടുക്കുകയാണ്. ചേർത്ത് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇവിടെ മത്സരം വേണ്ട, ഇവിടെ സ്ഥാനപ്പോര് വേണ്ട, വലിയ ചിന്താഗതി വേണ്ട. ചേർത്ത് നിൽക്കാൻ തയ്യാറാണോ? തോറ്റുപോയ പല സഭകളുടെയും നടുവിൽ നിങ്ങളുടെ സഭയെ ദൈവം ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളെ ഒന്ന് പൊക്കി പറയുന്നൊരു ദൂതല്ല, ആത്മാവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവചനം ഞാൻ കൈമാറുകയാണ്. ദീപന ഹസരാധിയാന അടകജലാധികസിയാന. ഇന്ന് പകൽ കരകൾ ഉയർത്തി പറ, കർത്താവേ, ആ വിളിയിൽ നിന്ന് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവ എന്നെ നിയോഗിക്കുന്ന ആ വേർതിരിവിലേക്ക് ഇന്ന് പകൽ എന്നെ നയിക്കണേ. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും? ഒരു വാക്ക് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹ പ്രാപിപ്പാ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലോ നീ മാനിച്ചു, എങ്കിലോ നീ സ്നേഹിച്ചു, എങ്കിലോ നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ ഓ ഇത്ര നല്ല സ്നേഹം. യേശുവിനെ എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ യാത്രകളിലും ഈ കർത്താവിനോട് കൂടെ നിൽക്കാൻ, ഈ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ഇന്ന് പകൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഒരു സമർപ്പണം കൂടെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് ഇവിടെ നിൽക്കുവാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽ ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തെ ഞാൻ ഇന്ന് പകൽ അതിനായി സമർപ്പിക്കുന്നെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണുകൾ അടയട്ടെ.
നിങ്ങളുടെ വലതുകരങ്ങളെ ഉയർത്താൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിനെ വേണ്ടി നിൽക്കുവാൻ, എൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ, ആമേൻ, ദൈവഹിതത്തിന് വേണ്ടി മാത്രം ചലിക്കുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ കർത്താവേ, ഇവിടെ വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തികൾക്ക് ഒരു മാറ്റവും സംഭവിക്കാത്ത വിധത്തിൽ പ്രസംഗിക്കപ്പെട്ട വചനത്തെ ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള ദൈവപ്രവർത്തികളാൽ ആത്മാവ് ഈ കൂട്ടത്തെ മാറ്റുന്നതിനായി, പ്രവർത്തനത്തെ മാറ്റുന്നതിനായി, സഭയെ മാറ്റുന്നതിനാ, ജനത്തെ മാറ്റുന്നതിനായി യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ കൽപ്പിക്കുന്നു. ജനമത് ഏറ്റെടുക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനും നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം